എന്താ ബൈക്ക് വർക്ക് ചെയ്യുന്നു? മനോജ് അത് വർക്ക് ചെയ്യുന്നു. അത് ഓക്കെ സൗണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മളുടെ പരിപാടി ആരംഭിക്കുകയാണ്. ക്ഷേത്ര പരിസരത്തുള്ള എല്ലാ ഭക്തരും ഈ സദസ്സിലേക്ക് കടന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ക്ഷേത്ര പരിസരത്തുള്ള എല്ലാ ഭക്തരും ഈ സദസ്സിലേക്ക് കടന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വിളക്ക്
എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമായി 7 ദിവസത്തെ വിശേഷാൽ പരിപാടികളാണ് നമ്മളുടെ ക്ഷേത്രത്തിൽ നടക്കുന്നത്. അതിൻ്റെ 3-ാം ദിവസമാണിന്ന്. ഈ 7 ദിവസങ്ങളിലും പ്രഭാഷണ പരമ്പരകൾ ഉണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങൾ പ്രഭാഷണങ്ങൾ നമ്മൾ കഴിഞ്ഞു. ഇന്നത്തെ പ്രഭാഷണം യഥാർത്ഥത്തിൽ ചെയ്യാനിരുന്നത് നമ്മളുടെ ശ്രീ ലാലൻ മാസ്റ്ററാണ്, TU ലാലൻ മാസ്റ്ററാണ്. അദ്ദേഹത്തിന് ത്രോട്ട് ഇൻഫെക്ഷൻ കാരണം വരാൻ സാധിക്കില്ല എന്നറിയിച്ചു. ഇന്നത്തെ പ്രഭാഷണത്തിന് നമുക്ക് വിധിച്ചിട്ടുള്ളത് നമ്മുടെ ഡോക്ടർ ബിനോയിയാണ്. ഡോക്ടർ ബിനോയിയെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഈ പരിപാടി സെറ്റ് ചെയ്ത സമയത്ത് ഡോക്ടർ ബിനോയിയെ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നൊരു കുറ്റബോധത്തോടു കൂടി കഴിഞ്ഞ 2-3 ദിവസത്തോട് നമ്മൾ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ പരിപാടിയുടെ നോട്ടീസ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മളുടെ കമ്മിറ്റിയിലുള്ള പലരും ചോദിച്ചു, നമ്മൾ ഡോക്ടർ ബിനോയിയെ നമ്മൾ തീർച്ചയായിട്ടും ഒന്ന് ഉൾപ്പെടുത്തേണ്ടതാണ് ആയിരുന്നു. പക്ഷെ എന്നിരുന്നാലും എങ്ങനെയോ അത് സാധിച്ചില്ല. പക്ഷേ ഇന്നലെ അവിചാരിതമായി അദ്ദേഹത്തിന് വീണ്ടും നമ്മളുടെ മുമ്പിൽ വന്ന് നമ്മളോട് ഒരു പ്രഭാഷണം നടത്താൻ യോഗം അദ്ദേഹത്തിന് തന്നെ കിട്ടി. അതിൽ നമ്മൾ ഏറെ സന്തോഷിക്കുന്നു. ഡോക്ടർ ബിനോയിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹം ശിവഗിരി മഠത്തിലെ ഒരു ശിഷ്യനാണ്. അദ്ദേഹം ഗുരുദേവനെ കുറിച്ച് കേരളത്തിനകത്തും പുറത്തും ഇന്ത്യക്ക് പുറത്തും ഒക്കെയായി 4000-ലേറെ പ്രഭാഷണങ്ങൾ നടത്തിയ വ്യക്തിയാണ്. അദ്ദേഹം സൈക്യാട്രിയിൽ MD ചെയ്ത, ഇവിടെ തൊട്ടടുത്ത് തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. തികഞ്ഞ ഗുരുഭക്തനാണ്. ഇന്നത്തെ നമ്മുടെ രാമായണ പാരായണത്തിന്റെ ഭാഗമായി രാമായണ മാസത്തിൽ നമ്മൾ ഈ ആചരിക്കുന്നതും രാമായണ മാസത്തിൽ നമ്മൾ ഔഷധക്കഞ്ഞി കഴിക്കുന്നതും ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ അദ്ദേഹത്തിന് കഴിയും. അങ്ങനെ ഇന്ന് നമ്മൾക്ക് അദ്ദേഹത്തെ ശ്രമിക്കാം. ഞാൻ എല്ലാ ആദരവോടും കൂടി ഡോക്ടർ ബിനോയിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇങ്ങോട്ട് ഇരിക്കുമ്പോഴത്തേക്കേ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ഫേസ് ചെയ്യില്ല. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കേ മുമ്പിലേക്ക് വരുമ്പോൾ സ്പീക്കറിന്റെ ഫ്രണ്ടിലേക്ക് സ്പീക്കറിന്റെ ഫ്രണ്ടിലേക്ക്
അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം ഏന തസ്മൈ ശ്രീഗുരവേ നമഃ. ഭാരതീയ ഗുരുപരമ്പരയിലെ സർവ ഗുരുക്കന്മാരുടെയും മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് കൊണേക്കര ശാഖായോഗത്തിൻ്റെ ഏറ്റവും ആദരണീയരായ ഭാരവാഹികളെ, വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികളെ, അതിനെല്ലാം ഉപരിയായി ഈ കർക്കിടക മാസത്തിൽ നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ബുദ്ധിയെയും എത്ര കണ്ട് പ്രസാദിപ്പിക്കുവാൻ സാധിക്കുമോ, എത്ര കണ്ട് പ്രോജ്വലിപ്പിക്കുവാൻ സാധിക്കുമോ, ആ മനസ്സോടുകൂടി ഈ ഗുരുവിൻ്റെയും സുബ്രഹ്മണ്യൻ്റെയും ഒക്കെ സന്നിധിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന കോണേക്കരയിലെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും മുന്നിൽ ഞാൻ എൻ്റെ വിനീതമായ നമസ്കാരം രേഖപ്പെടുത്തുകയാണ്. എനിക്ക് ഇന്ന് ശാഖായോഗം നൽകിയിരിക്കുന്ന വിഷയമെന്ന് പറയുന്നത് രാമായണ മാസത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതചര്യ. ഈ രാമായണ മാസത്തിൽ നമ്മൾ ഇത്രയും, എന്തുകൊണ്ട് രാമായണ മാസം, ഈ കർക്കിടക മാസം ഇത്രയും കൃത്യമായി നമ്മളിങ്ങനെ ശരീരത്തിന് പ്രാധാന്യം നൽകുന്നു, മനസ്സിന് പ്രാധാന്യം നൽകുന്നു, ജപത്തിന് പ്രാധാന്യം നൽകുന്നു, വ്രതത്തിന് പ്രാധാന്യം നൽകുന്നു? ഇതിൻ്റെ എല്ലാം പ്രാധാന്യം എന്ത്? രാമായണത്തിൻ്റെ ഏതാണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രചിക്കപ്പെട്ട ഒരു ഗ്രന്ഥത്തിൻ്റെ സ്വാധീനം ഇന്ന് ഈ ആധുനിക യുഗത്തിലുണ്ടോ? ഇത്രയും നിങ്ങളുടെ മുന്നിൽ ചർച്ച ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിലെപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ സംശയങ്ങളെ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. അത് രാമായണത്തിൽ മാത്രം അധിഷ്ഠിതമാകരുത്. കാരണം ഞാൻ രാമായണത്തെ മാത്രം അധിഷ്ഠിതമായി ഒരു ഗംഭീരമായ പ്രസംഗത്തിന് വേണ്ടി ഞാൻ പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വൈദ്യവും ആധുനിക വിഷയവും ചേർത്ത് എടുക്കാൻ തീരുമാനിച്ചത്. എന്നിലേക്ക് ഈ പ്രസംഗത്തിന്റെ സൂചന വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, രാമായണത്തിലൊരു വിഷയത്തിൽ ആധികാരികമായി പ്രസംഗിക്കുവാൻ ഞാൻ ആളല്ല, പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന ഈ രീതിയിൽ പറയാനാണ് എങ്കിൽ സാധിക്കുമെന്ന് പറഞ്ഞു. ഏതായാലും നിങ്ങൾ രാമായണത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അധികം മനസ്സിലാക്കും, അതായത് രാമന്റെ വാക്കുകൾക്കും രാമന്റെ പ്രവർത്തികൾക്കും രാമന്റെ ജീവിതചര്യയ്ക്കുമാണ് ഏറ്റവും അധികം പ്രാധാന്യം. രാമന്റെ വാക്കുകളെ നിങ്ങൾ അനുസന്ധാനം ചെയ്യുന്നുവെങ്കിൽ രാമന് സമാനമായി നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ വ്യക്തിത്വത്തിൽ, നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങൾ പൂജിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ എല്ലാ കർക്കിടക മാസവും രാമായണത്തിലെ മണിമുത്തുകൾ, രാമന്റെ രാസഘടകങ്ങൾ നിങ്ങളുടെ ഒരു ചെവിയിൽ കൂടി കയറി മറു ചെവിയിൽ കൂടി പോകുകയും അത് നിങ്ങളുടെ ശരീരത്തിലോ മനസ്സിലോ ആധ്യാത്മിക ജീവിത ചരിത്രത്തിലോ ഒരു മാറ്റവും വരുത്തുന്നില്ല എങ്കിൽ നിങ്ങളും രാമായണവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് ഞാൻ പറയേണ്ടി വരും. മാറ്റത്തിന്റെ മാറ്റൊലികൾ ഉണ്ടാകേണ്ടത് നിങ്ങളുടെ മനസ്സിലാണ്. അത് ശ്രീരാമനിലൂടെ ആയാലും ശ്രീകൃഷ്ണനിലൂടെ ആയാലും ശ്രീനാരായണ ഗുരുദേവനിൽ കൂടെ ആയാലും മാറാൻ സന്നദ്ധമായ മനസ്സോടുകൂടി, അറിയുവാൻ ആഗ്രഹിക്കുന്ന മനസ്സോടുകൂടി, അതേപോലെ തന്നെ നിറഞ്ഞൊഴുകുന്ന ഒരു ആധ്യാത്മിക ബുദ്ധിയുടെ ഉറവിടുന്ന കേന്ദ്രമായി നിങ്ങൾക്ക് എപ്പോൾ രാമായണവും ഭഗവത്ഗീതയും ആത്മോപസദ്യ ശതകവും വായിക്കുവാൻ സാധിക്കുന്നുവോ, പഠിക്കുവാൻ സാധിക്കുന്നുവോ, സത്സംഗങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നുവോ, അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുവാൻ സാധിക്കൂ. ഏത് ഗ്രന്ഥത്തിൻ്റെയും, ഏത് മഹാത്മാവിൻ്റെയും, ഏത് പുണ്യഗ്രന്ഥത്തിൻ്റെയും അടിസ്ഥാനപരമായ മാറ്റം വരുത്തേണ്ടത് നിങ്ങളുടെ മനസ്സിലാണ്. അത് ആ ഗ്രന്ഥത്തിന്റെ കുറവ് കൊണ്ടല്ല, ആ മഹാത്മാവിന്റെ കുറവ് കൊണ്ടല്ല. നിങ്ങൾക്ക് മാറാനുള്ള ഒരു സമയമോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യവസ്ഥയോ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സുസജ്ജമാക്കാത്തത് കൊണ്ട് മാത്രമാണ് ആ രീതിയിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കും. ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ നോക്കുക, രാവണാദികളുടെ സ്വഭാവ ദൂഷ്യവും രാമലക്ഷ്മണന്മാരുടെ സ്വഭാവ വൈഭവവും തമ്മിലുള്ള യഥാർത്ഥമായ മാറ്റുരയ്ക്കലാണ്
ഇവിടെ നടക്കുന്നത്. രാമനിലും മനസ്സുണ്ട്, രാവണനിലും മനസ്സുണ്ട്. രാമനും രാവണനും പഠിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം ഒരേ രാജ്യത്ത് തന്നെയും അതുപോലെ തന്നെ ഒരേ പ്രത്യയശാസ്ത്രത്തിലുമാണ്. പക്ഷേ രണ്ടുപേരും എങ്ങനെ വാഴ്ത്തപ്പെടുന്നയാളായും ഒരാൾ എപ്പോഴും നിഗ്രഹം ഏറ്റുവാങ്ങുവാനായി മാറുന്നത് അവരുടെ മനസ്സിൽ അവർ സങ്കല്പിക്കുന്ന സങ്കല്പത്തിന്റെ ഭാവമാണ്. അപ്പൊ എന്നെ ശ്രവിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് സത്യം മാത്രമേ ജയിക്കുകയുള്ളൂ, ധർമ്മം മാത്രമേ നിലനിൽക്കുകയുള്ളൂ. താൽക്കാലികമായി ധർമ്മത്തിന്റെ പക്ഷത്ത് നിങ്ങൾ നിൽക്കുമ്പോൾ ഒരുപക്ഷെ അതിന്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് പരാജയം സംഭവിച്ചു എന്ന് വരാം. പക്ഷെ നിങ്ങൾ ഒരിക്കൽ പോലും അധർമ്മത്തിന്റെ പാതയിൽ നിന്നുകൊണ്ട് ജയിക്കാൻ ശ്രമിക്കരുത്. അതാണ് ഗുരു വളരെ വ്യക്തമായി പറയുന്നത്. ധർമ്മത്തിന്റെ പക്ഷത്ത് നിന്ന് പരാജയപ്പെടുന്നവരോട് എനിക്ക് യാതൊരു വിരോധവുമില്ല, പക്ഷേ അധർമ്മത്തിന്റെ പക്ഷത്ത് നിന്ന് വിജയിക്കാൻ ശ്രമിക്കുന്നവരോടാണ് എനിക്ക് വിരോധമെന്ന് പറയുന്നത്. അപ്പൊ ആധ്യാത്മികമായി നമ്മളുടെ മനസ്സിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയോട്, നിങ്ങളുടെ കുഞ്ഞുങ്ങളോട്, നിങ്ങളുടെ സമീപവാസികളോട്, നിങ്ങളുടെ സമുദായ അംഗങ്ങളോടും നിങ്ങളുടെ ശരീരം കൊണ്ടും നിങ്ങളുടെ വാക്കുകൊണ്ടും നിങ്ങളുടെ മനസ്സുകൊണ്ടും നിങ്ങൾ ഒരിക്കലും പോർമുഖം തുറക്കാൻ പാടില്ല. ആധ്യാത്മിക ചര്യയായിരിക്കണം ഈ മാസത്തിൽ നമ്മളിൽ ഉണ്ടാകണം. അല്ലെങ്കിൽ രാവണനും അതുപോലെ തന്നെ രാമനുമൊക്കെ കഥാപാത്രങ്ങളായി നമ്മളുടെ മുന്നിൽ നിഴലിക്കും. അങ്ങനെയല്ല, രാവണൻ എന്ന കഥാപാത്രവും രാമൻ എന്ന കഥാപാത്രവും ലക്ഷ്മണൻ എന്ന കഥാപാത്രവും നമ്മളുടെ ജീവചരിത്രത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതിനെ അതേപോലെ തന്നെ സ്വീകരിച്ചുകൊണ്ട്, ചെയ്യേണ്ടതിനെയെല്ലാം അതേ അർത്ഥത്തിൽ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് നമ്മളുടെ ജീവിതത്തെ വിജയത്തിന്റെ പാതയിലേക്ക്, വിഷയത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. നിങ്ങൾ ആധ്യാത്മിക രാമായണത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കമ്പരാമായണം, തുളസി രാമായണം, ദ്വിപദ രാമായണം, ജൈനരാമായണം എന്ന അനേക രാമായണത്തിന്റെ പതിപ്പുകളുണ്ട്. അതിലൂടെ എല്ലാം പോകുമ്പോഴും ഒരു വ്യക്തിത്വത്തെ എത്ര കണ്ട് ഉയർത്താം, എത്ര കണ്ട് ഉണർത്താം, നിങ്ങൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് എങ്ങനെയൊക്കെ സേവനം നടത്താമെന്ന് മാത്രമേ രാമായണത്തിന്റെ ഒരു ശ്രേഷ്ഠ കവിയിൽ അവർക്ക് വാൽമീകിക്ക് പറയാനോ. അത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എങ്ങനെയാണ്? നമ്മളിൽ എന്തൊക്കെ നിഴലിക്കുന്നു, നമ്മളിൽ എന്തൊക്കെ ഇല്ലാതാകേണ്ടതുണ്ടോ. അപ്പൊ ആത്മപരിശോധനയുടെ, ആത്മാരാധനയുടെ, സാക്ഷാത്കാരത്തിന്റെ മൂർത്തികൾ ഉയരേണ്ടത് നമ്മളുടെ ഹൃദയത്തിലാണ്. ആരാധനയുടെ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന വൈഭവങ്ങളെ നമുക്ക് ആരാധിക്കുവാൻ സാധിക്കണം, അതിനെ തിരിച്ചറിയുവാൻ സാധിക്കണം, അതിനെ അംഗീകരിക്കുവാൻ സാധിക്കണം. ആത്മപരിശോധന എല്ലാ ദിവസവും ഉണ്ടാകണം. താൻ അന്ന് ചെയ്ത കർമ്മങ്ങളിൽ എത്രയെണ്ണം സമൂഹത്തിന് നന്മയെ ഉണ്ടാക്കുന്നതാണെന്നും അതിൽ ഒരെണ്ണമെങ്കിലും തിന്മയെ ഉണ്ടാക്കുന്നതാണെങ്കിൽ അത് വരുന്ന ദിവസത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നുറങ്ങുന്നതിന് മുമ്പ് ആത്മപരിശോധനയോടുകൂടി നിശ്ചയബുദ്ധിയിൽ ഉറപ്പിക്കുന്ന ഒരു സ്ത്രീക്കും പുരുഷനും മാത്രമേ സമൂഹത്തിൽ മനുഷ്യനായി തുടരാൻ സാധിക്കുകയുള്ളൂ. മനനാത് മനുഷ്യ, മനനം ചെയ്യുവാനുള്ള വിശേഷ ത്രാണിയുള്ളത് മനുഷ്യന് മാത്രമാണ്. അത് ദൈനംദിന ജീവിതത്തിൽ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും നിങ്ങൾ അനുഷ്ഠിക്കുന്ന ഓരോ കർമ്മവും മറ്റുള്ളവർക്ക് ഉപദ്രവത്തിനായി വരുന്നുവെങ്കിൽ നിങ്ങളെ ഒരു മതഗ്രന്ഥവും ഒരു മതപ്രസ്ഥാനവും ഒരിക്കലും ജയിക്കാൻ അനുവദിക്കില്ല. കാരണം നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ, നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ നിങ്ങൾ തേളിനെ പോലെയാണ്. തേളിന്റെ പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, തേളെപ്പോ ഭയന്നാലും ഉടനെ വാല് വളച്ചിട്ട് കുത്തുന്നത് തേളിനിട്ട് തന്നെയായിരിക്കും. കുത്തുകൊള്ളാൻ അവിടെ ഒന്നുമില്ല എങ്കിൽ തേട് വളഞ്ഞു കുത്തുന്ന സ്വന്തം വാലും കൊണ്ട് ഏറ്റവും കൂടുതൽ ന്യൂറോടോക്സിക് പോയിസൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം വിഷം കൊണ്ട് മറ്റൊരു ജീവിയെ കൊല്ലുവാൻ സാധിക്കുന്ന, ചിലന്തിക്ക് സമാനമായി നിൽക്കുന്ന ഒരേ ഒരു ജീവിയാണ് എന്ത്? അതേപോലെ തന്നെ നിങ്ങളുടെ തെറ്റായ ചിന്തകൾ കൊണ്ട്, നിങ്ങളുടെ തെറ്റായ പ്രവർത്തികൾ കൊണ്ട്, നിങ്ങളുടെ തെറ്റായ വാക്കുകൾ കൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളെ ഹനിക്കുവാൻ പാടില്ല, നിങ്ങളെ ഇല്ലാതാക്കുവാൻ പാടില്ല. നിങ്ങൾ മറ്റൊരാളെ ഉപദ്രവിക്കണമെന്നും മറ്റുള്ളവർ ചെയ്യുന്നത് ശരിയല്ലെന്ന് നിങ്ങൾ വിചാരിക്കുമ്പോഴും ആദ്യം അത് സംഭവിക്കുന്നത് നിങ്ങളുടെ ബുദ്ധിയിലും നിങ്ങളുടെ മനസ്സിലുമാണ്. അതിനുശേഷം മാത്രമാണ് നിങ്ങൾ പ്രവൃത്തിപഥത്തിൽ എത്തിക്കുമ്പോൾ മാത്രമേ നിങ്ങളുടെ സമീപവാസിക്കും, നിങ്ങളുടെ സുഹൃത്തിനും, നിങ്ങളുടെ ജീവിത പങ്കാളിക്കും ഇത് എത്തുന്നുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ഏതൊരു വിഷയം ചെയ്താലും അതാദ്യമായി സങ്കല്പമായി, പ്രവൃത്തിയായി വന്നുദിക്കുന്നതും വന്നു വിടരുന്നതും അത് പരിപൂർണമായി നടപ്പിലാക്കപ്പെടുന്നതും നമ്മളുടെ ബുദ്ധിയിലും നമ്മളുടെ മനസ്സിലുമാണ്. അപ്പോൾ മറ്റൊരു വ്യക്തിയിൽ എത്തുന്നതിന് മുമ്പ് വൈകാരിക പ്രശ്നങ്ങളെല്ലാം ആ ചിന്തയും ആ പ്രവൃത്തിയും നിങ്ങളിൽ സൃഷ്ടിച്ചിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.
അപ്പം മോശമായ ചിന്തയും തെറ്റായ ധാരണയും തെറ്റായ പ്രവൃത്തിയും ആരാണോ ചെയ്യുന്നത് ആ പ്രവൃത്തിയുടെ ആദ്യ ഫലം അനുഭവിക്കുന്നത് അത് രൂപകൽപ്പന ചെയ്യുന്ന, അത് സങ്കല്പിക്കുന്ന വ്യക്തിത്വത്തിലാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള ആധ്യാത്മിക ചര്യകൾ ഭാരതീയ ഋഷീശ്വരന്മാർ നമുക്കായി നൽകി. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല രാമായണത്തിന്റെ പോക്ക്. ചൈനയിലേക്കും കംബോഡിയയിലേക്കും അതുപോലെ തന്നെ മലേഷ്യയിലേക്കും ശ്രീലങ്കയിലേക്കും ഒക്കെ രാമായണത്തിന്റെ വർണ്ണമനോഹരമായ മന്ത്രങ്ങൾ പകർത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവിടെയെല്ലാം രാമായണം മുന്നോട്ട് വയ്ക്കുന്നത് 9 ദ്രവ്യങ്ങളുടെ 9 കാരണദ്രവ്യങ്ങളുടെ വിശുദ്ധിയാണ്. 9 കാരണദ്രവ്യങ്ങളെ 5 മഹാഭൂതങ്ങൾ: ജലം, വായു, അഗ്നി, മണ്ണ്, ആകാശം. ഇതോടൊപ്പം ആത്മാ, മനസ്സ്, കാലം, ദൃക്ക്. ആത്മാ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ജീവനായി നിൽക്കുന്ന നമ്മുടെ ജീവാത്മാവ് അല്ലെ, സോള് മുഴുവൻ, ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ പരമാത്മാവ്. ആ പരമാത്മാവിന്റെ ഒരു കണിക മാത്രമാണ്. ഒരു ലെൻസിലൂടെ എങ്ങനെയാണോ കിരണങ്ങൾ കടന്ന് ഒരു പേപ്പറിനെ കത്തിക്കാൻ സാധിക്കുന്ന, അതുപോലെ നമ്മളുടെ ശരീരത്തിലേക്ക് നമ്മളുടെ പൂർവജന്മ വാസനയനുസരിച്ച് ഒരാത്മാവ് പ്രവേശിക്കുകയാണ്. ആ ജന്മത്തിന് തുടക്കം കുറിക്കുക. അതിനോട് ചേർന്ന് നിൽക്കുന്ന, ആത്മാവിനോട് സമാനമായ ഗുണങ്ങളോട് നിൽക്കുന്നതും എന്നാൽ ഒരു കർമ്മങ്ങളും തന്നെ ചെയ്യാൻ സാധിക്കാത്ത ഒന്നാണ് മനസ്സ്. അതാണ് 7ാമത്തെ കാരണത്തിൽ. അതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത. ഇതുവരെ ഭാരതീയ ഗ്രന്ഥങ്ങൾ ഒരിക്കൽ പോലും മനുഷ്യന് മാത്രമായി ശ്രേഷ്ഠമായി വിശിഷ്ടമായി വന്നിരിക്കുന്ന ഒന്നാണ് എന്ന് മനസ്സ് എന്ന് പറയുന്നില്ല. അത് പാശ്ചാത്യന്മാരുടെ കാഴ്ചപ്പാടാണ്. അതുകൊണ്ടാണ് ഇവിടെ വലിയ വലിയ പ്രളയങ്ങൾ ഉണ്ടാകുമ്പോഴും, വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും, നദി കവിഞ്ഞൊഴുകാൻ പോകുമ്പോഴും ആനയും ഉറുമ്പുമൊക്കെ മാറുകയും മനുഷ്യനിൽ അകപ്പെടുകയും. അപ്പോൾ സൂക്ഷ്മ ബുദ്ധിയുടെ കാര്യത്തിൽ, പ്രപഞ്ചത്തെ പഠിക്കുന്ന കാര്യത്തിൽ, പ്രപഞ്ചത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യത്തിൽ മനുഷ്യനും ഉപരിയായി നിൽക്കുന്ന ജീവജാലങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് ഒരുപക്ഷെ ഭാരതീയ മനഃശാസ്ത്രം മുമ്പേ കണ്ടിരുന്നു. അതുകൊണ്ടാണ് മനുഷ്യന് ശ്രേഷ്ഠമായി നിലനിൽക്കുന്ന ഒരു മനസ്സായി ഭാരതീയ മനഃശാസ്ത്രത്തിൽ ഒരിക്കലും പറയുന്നില്ല. പിന്നീടോ കാലം. ഈ കാലത്തിലാണ് നമ്മൾ പ്രാധാന്യം നൽകുന്നത് അല്ലേ. ഒരു 50 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ജീവിച്ചിരുന്ന പോണേക്കരക്കാർക്കറിയാം, കർക്കിടക മാസത്തിൽ നമുക്ക് പുറത്തിറങ്ങാൻ കഴിയാത്തത്ര പേമാരിയായിരിക്കും. തുമ്പിക്കൈ കനത്തിലൊക്കെ പെയ്യാന്നൊക്കെയാണ് എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ പറയുന്നത്. ഞാൻ ഇടുക്കിക്കാരനായതുകൊണ്ട് കർക്കിടക മാസത്തിന്റെ ഏറ്റവും അധികം ആഘാതം ഏറ്റുവാങ്ങുന്നത് ഞങ്ങൾക്കാണ്. നിർത്താതെ മഴ എന്ന് പറഞ്ഞാൽ നിർത്താതെ മഴ. ഒരുപക്ഷെ ഒരാഴ്ച പോലും സ്കൂളിൽ പോകാതെ വീട്ടിനകത്ത് തന്നെ ഇരിക്കുന്നു. അപ്പം കാലത്തിന്റെ ഒരു പ്രസരണം എന്ന് പറയുന്നത്, നമ്മളിൽ സ്വാധീനം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പം ലോകം ഏറ്റവും അധികം നശ്വരഭാവത്തിലേക്ക് പോകുമ്പോൾ, പ്രകൃതി തന്റെ താണ്ഡവം വികൃതിയുടെ താണ്ഡവമാടുമ്പോൾ, പ്രകൃതിയിലെ ശക്തികൾ മുഴുവൻ ഒന്നൊന്നായി ക്ഷയിക്കുമ്പോൾ, നിങ്ങളിപ്പോൾ ശ്വസിക്കുന്നത് മാർച്ച് മാസത്തിലെ ശ്വസിക്കുന്ന വായുവിന്. മാർച്ച് മാസത്തിൽ ഈ അന്തരീക്ഷത്തിൽ ക്ലേദം അഥവാ നുനവിന്റെ വസ്തു ഇല്ലാത്തതുകൊണ്ട് രോഗാണുക്കൾ വളരെ കുറവായിരിക്കും. നുനവുള്ളെടുത്ത് രോഗാണുക്കൾ പെട്ടെന്ന് വരും, നനവുള്ളെടുത്ത് രോഗാണുക്കൾ പെട്ടെന്ന് വരും. ചൂടിലും വസിക്കുന്ന രോഗാണുക്കളുണ്ട് കേട്ടോ, പക്ഷെ നനവിൽ ഏറ്റവും അധികം. പിന്നെയോ പ്രകൃതിയുടെ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മളുടെ ആത്മാവും നമ്മളുടെ ശരീരവും നമ്മളുടെ മനസ്സും പതിയെ ശക്തി ഏറ്റവും അധികം ക്ഷയിക്കുന്ന കാലമായിട്ടാണ് കർക്കിടക മാസത്തെ കാണുന്നത്. അതുമാത്രമല്ല, എല്ലാ ദിക്കുകളിൽ നിന്നും രോഗാണുക്കളും, നദികൾ മലിനമാകുന്നു, അന്തരീക്ഷ സ്രോതസ്സുകളെല്ലാം തന്നെ രോഗകാരണമായി ഭവിക്കുന്നു. ഇത്രയും കാര്യങ്ങളെ ഒരുമിച്ച് നിർത്തുന്നത് കൊണ്ടാണ് വർഷ ഋതു അഥവാ കർക്കിടകാലം എന്നറിയപ്പെടുന്ന, കർക്കിടക മാസം എന്നറിയപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ അധികം ശരീരത്തെ ശ്രദ്ധിക്കുന്നത്, അധികം മനസ്സിനെ ശ്രദ്ധിക്കുന്നത്, നമ്മൾ ആധ്യാത്മികമായി ഏറ്റവും അധികം അറിവുകളെ സ്വീകരിച്ചുകൊണ്ട് നല്ല മനുഷ്യനായി, നല്ല സമൂഹ വ്യവസ്ഥയ്ക്കായി, നല്ല കുടുംബ വ്യവസ്ഥയ്ക്കായി നമ്മൾ പണിയെടുക്കുന്നു. ഇനി നിങ്ങൾ കൃത്യമായി നിങ്ങളിലേക്ക് തന്നെ തിരിയും. നിങ്ങൾ പതുക്കെ കണ്ണുകളൊന്നടച്ചിട്ട് 2 കൈകളും നേരെ മുകളിലേക്ക് പോകും. നട്ടലൊന്ന് നേരെയാക്കുക, കണ്ണുകൾ അടയ്ക്കുക, കൈകൾ രണ്ടും നേരെ മുകളിലോട്ട് പോകുക. ഞാനും നിങ്ങളും ഇപ്പോൾ നിലനിൽക്കുന്നത് 3 തൂണുകളുടെ ബലത്തിലാണ്.
ഇതിനെ ത്രിദണ്ഡങ്ങൾ എന്ന് പറയുന്നു. എല്ലാവരും ഈ ത്രിദണ്ഡങ്ങളെ ഒന്ന് ഒച്ചയ്ക്ക് പറയാവോ? ആത്മാവ്, മനസ്സ്, ശരീരം. പോരാ, ഒന്നുകൂടെ. ആത്മാവ്, മനസ്സ്, കൈതാത്തിട്ട് ശ്വാസം നല്ലപോലെ ഒന്ന് ഉള്ളിലേക്ക് എടുക്കുക. ഞാൻ ആദ്യം പറഞ്ഞത് ആത്മാവ് അല്ലെ, അതിഥി ആത്മാ. എല്ലാ സ്ഥലത്തും നമ്മളുടെ ശരീരത്തിൽ ഏതു സമയത്തും പ്രസരിച്ചു നിൽക്കുവാനും എപ്പോഴും ഉറങ്ങുമ്പോഴും സ്വപ്നം കാണുമ്പോഴും നേതാവായി നിലനിൽക്കുന്ന ഏറ്റവും ശക്തനായ ദ്രവ്യമാണ് ആത്മാവ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ജീവന്റെ ആധാരം അല്ലെ. അത് പോയി കഴിയുമ്പോഴത്തേനും നമ്മള് അത് ഞാൻ ഒന്നും പറഞ്ഞില്ല, ശവമാകും. എന്തു പോകുമ്പോഴാ ശവമാകുന്നെ? ആ ശിവം പോയാ പിന്നെ ശവമാകും. അത് കഴിയുമ്പം ഡോക്ടർ ബിനോയിയെ കൊണ്ടുവന്നോന്ന് ചോദിക്കുമോ? ഇല്ല. എന്നാ ചോദിക്കും? ശവം. എനിക്ക് ഒരു കൂസലും ഇല്ലാതെ ചോദിക്കുമോ ശവം കൊണ്ടുവന്നു? അപ്പൊ നമ്മളിൽ ഏറ്റവും അധികം നിറഞ്ഞു നിൽക്കുന്നത്, നിങ്ങളെ നിങ്ങളായി സ്മരിക്കുന്നത്, അത് ആത്മാവ് നമ്മളിൽ നിന്നിരിക്കുമ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആത്മാവിന്റെ ഏറ്റവും വലിയ പ്രിയവസ്തു എന്താ? ഈ ആത്മാവിന്റെ ഏറ്റവും അധികം ഇഷ്ടം എന്താ? കർക്കിടകമാസം ആയതുകൊണ്ട് ആരും ഉത്തരവൊന്നും പറയലെന്നും പറഞ്ഞു വന്നേക്കുവാണ്. ആത്മോപദേശ ശതകം എന്നിട്ടും കിട്ടുന്നില്ല. തന്റെ ആത്മാവിന്റെ ഏറ്റവും വലിയ പ്രിയവസ്തു നമ്മുടെ ശരീരമാകുന്ന ക്ഷേത്രത്തിനകത്തല്ലയോ ഇതിരിക്കുന്നത്. ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്രയും വല്ല ബലവാന് ഭൂമിയിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. ഇല്ല, പുള്ളിക്ക് അന്നേരം പാസ്പോർട്ട് എടുക്കണം, വേറെ ഏതോ രാജ്യത്തോട്ട് പോകും, ഏതോ ഇങ്ങോട്ട് പോയി, ഏതോ യുഗത്തിലോ എവിടെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ നമ്മുടെ ശരീരത്തെ ശരീരമായി നിൽക്കുന്നത്, നമ്മൾ ശ്വസിക്കുമ്പോഴും നമ്മൾ മനനം ചെയ്യുമ്പോഴും നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഞാൻ 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 എന്ന് പറയുന്നത് നിങ്ങൾ വ്യംഗ്യാർത്ഥത്തിൽ നിങ്ങളുടെ ആത്മാവിനെയാണ്. പക്ഷെ ഒരിക്കൽ പോലും ആത്മചൈതന്യത്തെ നുകർന്നുകൊണ്ട് പ്രപഞ്ചത്തിൽ എല്ലാവരും നിലനിൽക്കുന്ന, എല്ലാവരും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ആത്മചൈതന്യമോ എനിക്കുള്ളൂ എന്ന് നിങ്ങൾ ഒരിക്കൽ പോലും തിരിച്ചറിയുന്നില്ല. അങ്ങനെയാണ് എങ്കിൽ നമുക്കൊരിക്കലും അഹങ്കാരം ഉണ്ടാകത്തില്ല. നമുക്ക് എന്തിനേയും അറിയുവാനുള്ള ആഗ്രഹം ഉണ്ടാവും അല്ലേ. 900-ലധികം കുടുംബമുള്ള അല്ലേ, 1000 ആണോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ ശാഖായോഗത്തില് ആകപ്പാടെ ഒരു 250 കസേര ഇട്ടിട്ട് ഇപ്പോഴും കാര്യമാണ്. അപ്പൊ എന്താ? ആത്മാവിനെ അറിഞ്ഞുകൊണ്ട് ജീവിതത്തെ, ആത്മാവിനെ ഉണർന്നുകൊണ്ട് ജീവിതത്തിലേക്ക് കടക്കുവാൻ നമുക്കാർക്കും താല്പര്യമില്ല. എങ്ങനെയോ ജീവിതം അങ്ങ് കഴിഞ്ഞു പോകുന്നു. അപ്പം ആത്മാവിനെയാണ് നമ്മൾ ഏറ്റവും അധികം എന്തും ഈ ലോകത്ത് ചെയ്യുന്ന എന്തിനും ക്രോഡീകരിക്കപ്പെടുന്നതും ഉൾക്കൊണ്ടുകൊണ്ട് നിർത്തുന്നതും നിങ്ങളെ അടുത്ത ജന്മത്തിലേക്ക് കൊണ്ടുപോകുന്നതുമെല്ലാം നിങ്ങൾ എന്തൊക്കെയാണോ ആത്മാവിനോട് പറയുന്നത്, എന്തൊക്കെയാണോ ആത്മാവിനെ കൊണ്ട് ചെയ്യുന്നത്, എന്തെല്ലാമാണോ ആത്മാവിൽ രൂഢമായി നിങ്ങൾ നൽകുന്നത്, അതിനെ മാത്രമാണ്. ആത്മാവിന് ഇത്രയും പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലായല്ലോ. അതുകൊണ്ടാണ് രാമായണ പാരായണവും ശരീരത്തിലെ മലങ്ങളെ മുഴുവൻ, വിഷങ്ങളെ മുഴുവൻ മാറ്റിമറിക്കുന്ന, ശരീരത്തിലെ വിഷാംശങ്ങളെ മൊത്തം കളഞ്ഞുകൊണ്ട് നല്ല കർക്കിടകക്കഞ്ഞി കുടിച്ചുകൊണ്ട് ശരീരത്തെ പരിശുദ്ധമായി നിർത്തിക്കൊണ്ട് നല്ല നിറഞ്ഞ നിലവിളക്കിന്റെ മുന്നിൽ നട്ടല് നിവർന്ന് പരിശുദ്ധമായി പരിപാവനമായി ഒരു പെൻഡുലം പോലെ നിർത്തുന്ന മനസ്സും, അനങ്ങാതെ നിർത്തുന്ന മനസ്സും, ശുദ്ധമായ ആധ്യാത്മിക ചിന്തയും ശുദ്ധമായ ശരീരവും ചേരുമ്പോൾ ഈ വർഷകാലം, ഈ വർഷ ഋതു, ഈ കർക്കിടക മാസം നിങ്ങളുടെ വർഷങ്ങൾക്ക് മുന്നോട്ടുള്ള ഊർജവും ഓജസ്സും ഒക്കെ പ്രധാനം ചെയ്യും. അപ്പൊ ആത്മപരിശോധനയ്ക്ക്, ആത്മാരാധനയ്ക്ക് ഏറ്റവും അധികം ആചാര്യന്മാർ നിർദ്ദേശിക്കുന്ന വർഷമാണ്. അതൊരുപക്ഷെ പ്രകൃതിയുടെ വികൃതിയാകാം. മഴ കൊണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ വെളിയിലേക്ക് പോകാൻ സാധിക്കാതെ അല്ലേ, ഒത്തിരി ഒരു 50 വയസ്സിന് മുകളിൽ, ഒരു 60-ന് മുകളിലുള്ളവർക്കൊക്കെ തീർച്ചയായും ആ കാലഘട്ടം മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും. ഞാൻ പല ഭാഗങ്ങളെയും ഈ വിഷയത്തിന് വേണ്ടി പഠിച്ചപ്പോൾ ആ മാസത്തിൽ ഒരു ദിവസം പോലും കഞ്ഞി വെക്കുവാൻ അരിയില്ലാത്ത കുടുംബങ്ങൾ ഉണ്ടാകുമായിരുന്നെന്നാ പറയും. അത്രയധികം പട്ടിണിയായിരിക്കും കർക്കിടക മാസം. ആ പട്ടിണിയിലും
ശരീരത്തെയും മനസ്സിനെയും ശുദ്ധിയായി നിർത്തണമെന്നും പട്ടിണി ഒരിക്കലും ആത്മാവിനെ ബാധിക്കില്ല എന്നും അത് ശരീരത്തിനെ മാത്രം ബാധിക്കുന്നതാണ് എന്നും മനസ്സിലാക്കണം. ശരീരത്തിന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഓരോ നിമിഷവും നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു സാധനമേ ഉള്ളൂ ഈ ഭൂമുഖത്ത്, അത് ശരീരമാണ്. ശീര്യതേ അനേന ഇത് ശരീരം. നിങ്ങൾ ഓരോ ജന്മ വർഷവും അല്ലെങ്കിൽ ഓരോ പിറന്നാളും ആഘോഷിക്കുന്നു എന്ന് പറയുന്നത് നിങ്ങളുടെ കാലമൃത്യുവിലേക്ക്, അകാലമൃത്യുവിലേക്കല്ല, നിങ്ങളുടെ കാലമൃത്യുവിലേക്ക് ഒരു വർഷം നിങ്ങൾ എടുത്തു വെച്ചു എന്നുള്ളതാണ്. ഓരോ നിമിഷവും അല്ലെ? അങ്ങനെ വരുമ്പോൾ മരണം നമ്മൾ ദുഃഖിക്കേണ്ടതാണോ എന്നുള്ള ചർച്ച വരും. അത് അവസാനം വരുന്നത്. ശരീരത്തിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നാണ് കർക്കിടക മാസം ഏറ്റവും അധികം പറയും. ഓരോ നിമിഷവും നശിച്ചുകൊണ്ടിരിക്കുന്നതിനെ നിങ്ങൾ പുറകെ ഓടാതെ, അല്ലേ? അപ്പൊ ഇതുവരെ വാങ്ങിച്ച സ്പ്രേയും പൗഡറും ഇതെല്ലാം വേസ്റ്റ്. ആ പൈസ ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ, നല്ല കുളിയും നല്ല വിചാരവും നല്ല പ്രവൃത്തിയും ആ നിഴലിക്കുന്ന ശരീരമായി നിൽക്കുവാണെങ്കിൽ അത് ഓരോ നിമിഷവും നശിക്കുന്നത് കൊണ്ടൊരു പ്രയോജനവുമില്ല. ഇനി ഈ നശിച്ചുകൊണ്ടിരിക്കുന്ന ശരീരത്തിനകത്ത് വേറൊരാൾ വേറെ പണിയും കൂടെ തുടങ്ങും. എന്താണെന്നറിയാവോ? മനസ്സ്. മനസ്സിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? ചിന്തിക്കേണ്ടതിനെ കുറിച്ച് അതൊരിക്കലും ചിന്തിക്കാൻ പറയത്തില്ല. നിങ്ങൾക്ക് നല്ല മുടിയുണ്ട്, നല്ല 2 കണ്ണുണ്ട്, സാരി ഉടുത്താൽ നിങ്ങൾ ഉർവശിയേക്കാളും സുന്ദരിയാണ്. ചിലവരാണെങ്കിലോ ഹിന്ദി നടന്മാര് പോലും തോക്കുന്ന താടി, മീശ, ചായ അരച്ചു കുടിക്കാനുള്ള വൈഭവം ഒക്കെ ഉണ്ട്. പക്ഷേ എവിടെയോ 2 മുടി നരച്ച്, അതാണ് അവരുടെ പ്രശ്നം. ബാക്കി എല്ലാ വൈഭവവും അവരിലുണ്ട്. അപ്പൊ മനസ്സിൽ എന്താ ഞാൻ പറഞ്ഞു വന്നേ? മനസ്സിനെ സംബന്ധിച്ചിടത്തോളം എവിടെ കുറവുണ്ടോ അത് മാത്രം എടുക്കുക എന്നുള്ളതാണ് മനസ്സിന്റെ പണി, അല്ലേ? നിങ്ങൾ ഇത്രയും ജീവിച്ചു വളർന്നപ്പോൾ നിങ്ങളുടെ ആ ജീവിതചര്യകളെ അതേപോലെ പിടിച്ചുണർത്തുവാനുള്ള മറ്റൊരു സന്തതി പരമ്പരയെ നിങ്ങൾക്ക് നൽകി. അത് നിങ്ങൾക്ക് വലിയ കാര്യമല്ല. നിങ്ങൾക്ക് സന്തോഷത്തോടുകൂടി, സംതൃപ്തിയോടുകൂടി, സമാധാനത്തോടുകൂടി കിടന്നുറങ്ങുവാൻ വീടും നല്ല ജോലിയും നല്ല സ്ഥലവും നല്ല സുഹൃത്ത് ബന്ധങ്ങളും നിങ്ങൾക്ക് നൽകി. പക്ഷേ അവിടെയും നിങ്ങൾക്ക് സംതൃപ്തിയില്ല, സമാധാനമില്ല, സന്തോഷമില്ല. എനിക്കിനിയും വേണം. എന്ത്? അല്ല, നിന്റെ മുടിക്ക് ശാരദയുടെ മുടിയേക്കാളും നീളക്കുറവല്ലേ? രമേശേട്ടന്റെ കാറിന് എന്നെക്കാളും 10 ലക്ഷം രൂപ കൂടുതലാണ്. എവിടെ പോകുന്നു? മനസ്സെപ്പോഴും താരതമ്യ പഠനത്തിന് പോകുന്നു. നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ ആത്മചൈതന്യത്തിനും ആരോട് താരതമ്യപ്പെടുത്താനാ? അത് താരതമ്യം ചെയ്യാൻ പാടില്ലെന്നറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഇലക്ട്രിക് കാർഡിലും നിങ്ങളുടെ ആധാർ കാർഡിലും എന്തു വാങ്ങിച്ചത്? സൈൻ വാങ്ങിച്ചെന്നു. അപ്പം നമ്മളെ പോലെ വേറൊരു തമ്പ് ലോകത്തൊന്നും ഇല്ലെന്നാണോ? നമ്മുടെ തമ്പ് നമുക്ക് മാത്രമേ ഉള്ളത്. പിന്നെ എങ്ങനെ വേറൊരു തമ്പുമായിട്ട് താരതമ്യം ചെയ്യുന്നതെന്നാ ഞാൻ ചോദിക്കുന്നത്. നിങ്ങളുടെ കണ്ണ് ഒപ്പിയെടുത്തപ്പോഴും നിങ്ങളുടെ തമ്പ് വെറും 4 ടൈപ്പുള്ള വര മാത്രമേ നിങ്ങളുടെ തള്ളവരലുള്ളൂ. ആ 4 ടൈപ്പുള്ള വര കൊണ്ടാണ് നിങ്ങൾ ലോകത്തിൽ ഒരു മനുഷ്യനോടും എന്ത് ചെയ്യാത്തത്? ഒത്തുപോകാത്തത്. വീട്ടിലുള്ളവരോട് ഒത്തുപോകുകയല്ല, പിന്നെ നാട്ടിലുള്ളവരോട്. അപ്പൊ ഇത്രയും ഭിന്നമാണ് നമ്മൾ. ആ ഭിന്നതയിലും നമ്മളുടെ മനസ്സ് എന്തു ചെയ്യുന്നു? താരതമ്യ പഠനത്തിന് പോകുന്നു. എന്തിന്റെ കാര്യത്തിൽ? സ്വത്തിന്റെ കാര്യത്തിൽ, സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ, സന്തോഷത്തിന്റെ കാര്യത്തിൽ, സമാധാനത്തിന്റെ കാര്യത്തിൽ. എന്നാൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇതെല്ലാം ഉണ്ടാകേണ്ടത് നിങ്ങളുടെ മനസ്സിൽ തന്നെ. ഇതുണ്ടാക്കേണ്ടതോ സാറേ നമ്മൾ തന്നെ. വേറെ എവിടുന്നേലും സമാധാനം ഉണ്ടാക്കുന്ന ഒരു സ്ഥലം പറയാമോ? ആയിട്ടെന്ന്. നിങ്ങൾ ഏത് സമാധാനമുള്ളിടത്ത് പോയാലും, ഏത് സന്തോഷമുള്ളിടത്ത് പോയാലും, ഏത് സംതൃപ്തി തരുന്ന സ്ഥലത്ത് പോയാലും നിങ്ങളുടെ ഉള്ളിൽ ഇത് മൂന്നുമില്ല എങ്കിൽ ഒരിക്കലും നിങ്ങൾക്കതിനെ
സ്വീകരിക്കുവാനും സാധിക്കത്തില്ല, ഉൾക്കൊള്ളുവാനും സാധിക്കത്തില്ല, അതുകൊണ്ട് ജീവിക്കുവാനും സാധിക്കത്തില്ല. അപ്പൊ ആദ്യമായി നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ബുദ്ധിമണ്ഡലത്തിൽ, നിങ്ങളുടെ പ്രവൃത്തിചര്യയിൽ നിങ്ങൾ ആദ്യം ഉണ്ടാക്കേണ്ടത് നിങ്ങളെക്കുറിച്ചുള്ള സംതൃപ്തിയും നിങ്ങളെക്കുറിച്ചുള്ള സന്തോഷവും നിങ്ങളെക്കുറിച്ചുള്ള സംതൃപ്തിയും നല്ല മനനവുമായിരിക്കണം. ഈ ലോകത്ത് ഇത്രയും വർഷം ശക്തനായി രോഗമില്ലാതെ മറ്റുള്ളവർക്ക് ഒപ്പം ജീവിക്കുവാൻ അവസരം നൽകിയ ഈ പ്രപഞ്ചത്തിലെ സർവ്വ ഐശ്വര്യദായകൾക്കും നന്ദി പറയാൻ നമ്മൾ മനസ്സിനൊപ്പം നിൽക്കണം. ഞാനായി നിൽക്കുന്നു. അപ്പം എന്നെ ശ്രവിക്കുന്ന എല്ലാവരും നാളെ രാവിലെ ഉണർന്നെഴുന്നേറ്റ് മുഖം കഴുകി പല്ലൊക്കെ തേച്ച് കണ്ണാടിയിൽ മുന്നിൽ നിന്നിട്ട് പറയണം, നീ ഭയങ്കര പുതിയ, നിന്നെ പോലെ ഒരു മിടുക്കനെ, നിന്നെ പോലെ ഒരു മിടുക്കിയെ, നിന്നെ പോലെ അർപ്പണ മനോഭാവമുള്ള ഒരു വ്യക്തിത്വത്തിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അമ്മയ്ക്ക് എന്നെ എതിരഭിപ്രായമല്ലോ ഉണ്ടോ? ഇല്ലെന്ന് എന്റെ ഒച്ച കൂടുന്നോണ്ട് അമ്മയ്ക്ക് ഒരു പേടി ഉണ്ടേലും ഇല്ലെന്നേ പറയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തമ്പിന്റെ കാര്യം പറഞ്ഞത്. നിങ്ങൾക്ക് സമാനമായി നിങ്ങളുടെ കണ്ണുകളുടെ വലിപ്പമുള്ള, നിങ്ങളുടെ കൈവിരലിന്റെ വിരലടയാളമുള്ള, നിങ്ങളുടെ തലച്ചോറിന്റെ വലിപ്പമുള്ള, നിങ്ങളുടെ സൗന്ദര്യത്തിനുടമയുള്ള, നിങ്ങളുടെ രാസപദാർത്ഥങ്ങളുടെ ഘടനയുള്ള മറ്റൊരു സ്ത്രീയും പുരുഷനും ഇനിയൊരു 500 വർഷവും പുറകോട്ടൊരു 500 വർഷവും ജനിച്ചിട്ടില്ല എന്ന് ശാസ്ത്രം വളരെ വ്യക്തമായി പറയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെ തന്നെ അംഗീകരിക്കുവാനും നിങ്ങളെ തന്നെ ആരാധിക്കുവാനുമുള്ള മനോഭാവം ഉണ്ടാവണം. നിങ്ങൾ ഒരിക്കലും എന്റെ നാട്ടിലെ വാഗമണിലെ മൊട്ടക്കുന്നിൽ വന്ന് നിന്നിട്ട് ഇവിടുത്തെക്കാളും നല്ലത് എവിടം വലിയ മലകളാണെന്ന് പറയരുത്. അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചത് നിങ്ങൾ, മൊട്ടക്കുന്ന് മതിയെന്ന് നിങ്ങൾ തീരുമാനിച്ചു. എന്നേച്ച് പിന്നെ നിങ്ങൾ തമിഴ്നാട്ടിലെ ഏതേലും വലിയ കുന്നായിരുന്നു ഇതിനേക്കാളും നല്ലതെന്ന് പറയുന്നു. അതേപോലെയാണ് മനുഷ്യന്റെ ചിന്ത. എന്തിനെ ഇല്ലയോ അതിനെ മാത്രം എടുത്തുകൊണ്ടുവരുന്ന ഒരു സ്ഥലം, അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ 5 സെന്റ് സ്ഥലം തരുക. നിങ്ങൾ നല്ലപോലെ ആ പാടം ഉഴുതു മറിച്ചിട്ടു. പക്ഷേ നിങ്ങൾ അവിടെ നല്ല നെല്ല് വിധിക്കുന്നില്ല. നല്ല നെല്ല് വളർന്ന് അരി കൊയ്യുവാനുള്ള നെല്ല് വിതയ്ക്കുന്നില്ല. എന്തു സംഭവിക്കും? തരിശായി കിടക്കും എന്ന് പറയുന്നത് അത് ശരിയാണോ? അതും പോരാ, അതുമല്ല. നെല്ല് വിതയ്ക്കാതെ എന്നെ ഒന്നു കൊട്ടുകൈ കളയുണ്ടാവും. നിങ്ങള് നെല്ല് വിതയ്ക്കാൻ വേണ്ടി എല്ലാം ആലോചിച്ച് ഉഴുതുമറിച്ചിട്ട മണ്ണിൽ നിങ്ങളായിട്ട് നല്ല നെല്ല് വിതച്ചില്ലെങ്കിൽ അവിടെ ചുറുചണം ആയാലോ? ചുറുചണം വേഗം വിളയ്ക്കുന്നു. എന്നാ ഞാൻ പറയുന്നു, ഈ സ്ഥലം, ഞാൻ തന്ന 5 സെന്റ് സ്ഥലം നിങ്ങളുടെ മനസ്സാ. ഞാൻ തന്ന 5 സെന്റ് സ്ഥലം നിങ്ങളുടെ മനസ്സാണ്. എല്ലാ പ്രഭാതത്തിലും നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ കൊണ്ട്, നിങ്ങളുടെ നന്മകൾ കൊണ്ട്, നിങ്ങളുടെ ഹൃദയത്തെ ഉഴുതുമറിച്ചുകൊണ്ട് അവിടെ അന്നത്തെ പ്രവൃത്തിക്ക് വേണ്ട നല്ല നെല്ല് വിതച്ചില്ല എങ്കിൽ അവിടെ കാട് വളരും. ആ കാടാണ് അസൂയ, കുനിഷ്ട്, വിഷാദം, അമിതമായ ദേഷ്യം. ഇതല്ല. നിങ്ങൾക്ക് നിങ്ങളെ അറിഞ്ഞുകൊണ്ട് സന്തോഷവും സമാധാനവും സാന്ത്വനവും സംതൃപ്തിയും നിങ്ങളുടെ മനസ്സിൽ കിളിർക്കാൻ സാധിപ്പിക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഉയർത്തുവാൻ സാധിക്കാത്തത് കൊണ്ട് അവിടെ മറ്റുള്ള വിത്തുകൾ ഇതില്ലാതാകാനാണ് ഏറ്റവും അധികം കർക്കിടക മാസത്തിൽ പ്രാധാന്യം നൽകുന്നത്. എന്തുകൊണ്ട്? നല്ല കഞ്ഞികൾ കൊണ്ട് നമ്മളുടെ ശരീരം മുഴുവൻ ശുദ്ധിയാകണം. ശുദ്ധമായ ഒരു ക്ഷേത്രത്തിൽ, അല്ലെ? നമ്മൾ ഏത് ക്ഷേത്രത്തിൽ പോയാലും എത്ര നല്ല പ്രതിഷ്ഠയാണെങ്കിലും പരിസരം ശുദ്ധിയല്ല എങ്കിൽ, എന്തിന്? അവിടെ തിങ്ങി നിൽക്കുന്ന വായു മലിനമാണ് എങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു ഗന്ധമാണ് എങ്കിൽ, നിങ്ങളുടെ ഇഷ്ടദേവനെ നിങ്ങൾക്ക് സംതൃപ്തിയോടുകൂടി സമാധാനത്തോടുകൂടി ആരാധിക്കാൻ സാധിക്കില്ല. അതാണ് ആദ്യമായി ഭാരതീയ മനഃശാസ്ത്രം പറയുന്നത്. ആദ്യത്തെ 5 ദ്രവ്യങ്ങൾ എപ്പോഴും ശുദ്ധമായിരിക്കണം. വായു, വെള്ളം, മണ്ണ്, കാറ്റ്, അതുപോലെ തന്നെ
നമ്മുടെ അതുപോലെ തന്നെ അഗ്നി. അതാണോ നമ്മളിപ്പോ ചെയ്യുക? അല്ലേ? ചില വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും, അവര് സ്കൂട്ടറിൽ പോയിട്ട് നൈസായിട്ട് കാലും കൊണ്ടെടുത്ത് വേസ്റ്റ് കിറ്റ് നേരെ റോഡരിയിലോട്ട് തള്ളിയിട്ടു. നമുക്കും നമ്മുടെ കുടുംബത്തിനും ഏറ്റവും അധികം പ്രശ്നമുള്ള അണുക്കളാണ് അവിടുന്ന് വളരാൻ പോകുന്നത്. അപ്പൊ നമ്മളുടെ സമീപത്തെ, നമ്മളുടെ അന്തരീക്ഷത്തെ ഏറ്റവും അധികം പരിശുദ്ധമായി നിർത്തേണ്ടത് നമ്മൾ തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോ, ഈ പഞ്ചമഹാഭൂതങ്ങളിൽ ഈ ഭൂമിയെയും ഈ വായുവിനെയും ഈ ജലത്തിനെയും മനുഷ്യനോളം ദുഷിപ്പിക്കുന്ന മറ്റൊരു ജന്മമില്ല, മറ്റൊരു സ്പീഷീസ് ഇല്ല ഈ ലോകത്ത്. മുയലിനെ എടുത്തു, മുയലിന് അല്പം വയറ് നിറയാൻ മാത്രം ആഹാരം കഴിക്കും, പോയൊരു മാളത്തിൽ കിടന്നുറങ്ങും. വീണ്ടും രാവിലെ എഴുന്നേക്കും, അതിലേക്ക് ചെറുതായിട്ടൊന്ന് ചാടും, രാത്രിയിൽ വീണ്ടും ഭക്ഷണം കഴിക്കും. അതിന് കുഞ്ഞുങ്ങൾക്കായി വലിയ മണിമാളികകൾ പണിയുന്നില്ല, അതിന്റെ ബാങ്കിൽ കൂടുതൽ ഡെപ്പോസിറ്റുകളൊന്നുമില്ല. ഒരു വീട് നിർമ്മിക്കുവാനായി ഒരു ഭൂമിയുടെ എല്ലാ അറകളെയും തുളച്ചുകൊണ്ട് വളരെ ആഴത്തിലേക്ക് കുഴൽക്കിണറുകൾ അടിക്കുന്നില്ല. ഇതെല്ലാം ചെയ്യുന്നത് മനുഷ്യനാണ്. താനാവസിക്കുന്ന, തനിക്ക് ജന്മം നൽകിയിരിക്കുന്ന, അല്ലെങ്കിൽ ഭൂമിദേവിയായി നിൽക്കുന്ന ആ ദേവിയുടെ എല്ലാ ഭാവനകളെയും തെറ്റിച്ചുകൊണ്ട് ഞാൻ മാത്രം സമാധാനത്തോടു കൂടിയിരിക്കണം, ഞാൻ മാത്രം സന്തോഷത്തോടു കൂടിയിരിക്കണം, എനിക്ക് മാത്രം ധനം വേണമെന്നുള്ള ഒരു അഹങ്കാരത്തോടു കൂടി, അല്ലെങ്കിൽ അമിതമായ ആഗ്രഹത്തോടു കൂടി, അമിതമായ ആഗ്രഹവും അമിതമായ അഹങ്കാരവും നശിക്കുന്നു എന്ന് ഏറ്റവും അധികം എടുത്തു പറയുന്നത് രാമായണത്തിലാണ്. ഇവിടെയാണ് രാമനും രാവണനും രണ്ട് കഥാപാത്രങ്ങളായി നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത്. രാമൻ രാജ്യത്തെ മുഴുവൻ രക്ഷിക്കുവാൻ വേണ്ടി, സ്വന്തം അച്ഛന്റെ വാക്കുപാലിക്കുവാനായി, സ്വന്തം ഭാര്യയെ രക്ഷിക്കുവാൻ വേണ്ടി, കണ്ടുപിടിക്കുവാൻ വേണ്ടി എത്രയധികം വാനരപ്പടയുണ്ടോ അതിനെ മുഴുവൻ സ്വീകരിച്ചുകൊണ്ട് അന്വേഷിക്കുമ്പോൾ, അതുപോലെ ഒരു പുരുഷനാകുവാൻ, ഒരു കുടുംബത്തിലെ പുരുഷനാകുവാൻ ഇന്ന് ഒരു പുരുഷന് കഴിയുന്നുണ്ടോ? ഇല്ല. സീതയെ കാണാതെ ആകുന്ന ആ ശുഭമുഹൂർത്തം മുഴുവൻ പിന്നീട് അങ്ങോട്ട് മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അലയുന്ന ഒരു പുരുഷനുണ്ടെങ്കിൽ 5 ദിവസം എല്ലാ മാസവും വരുന്ന മാസമുറയിൽ വരുന്ന ഒരു 450 മുതൽ 550 മുതൽ മില്ലിലിറ്റർ വരെ രക്തം നഷ്ടപ്പെടുന്ന ആ സമയത്ത് സ്വന്തം ഭാര്യയോട് പറയും, ഇന്ന് നിനക്ക് റെസ്റ്റ് എടുക്കാം, അടുക്കളയിൽ ഞാനിടും കാപ്പി, ഞാനുണ്ടാക്കും ബ്രേക്ക്ഫാസ്റ്റ്, ഞാനുണ്ടാക്കും ഉച്ചഭക്ഷണം, നിനക്ക് റെസ്റ്റ് എടുക്കാം. നിങ്ങൾ രാവണനെയും സീതയെയും രാമനെയും പഠിക്കുമ്പോൾ രാമന്റെ അവതാര വരിഷ്ഠങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കണമെങ്കിൽ നിങ്ങളുടെ ഒപ്പമുറങ്ങുന്ന ജീവിത പങ്കാളിയെ നിങ്ങൾക്ക് സ്നേഹിക്കുവാൻ സാധിക്കണം. രാവണന്റെയും അതുപോലെ തന്നെ രാമനൊപ്പം നിൽക്കുന്ന ലക്ഷ്മണനെയും ഇന്ന് അതുപോലെ ഒരു ജ്യേഷ്ഠ സഹോദര ബന്ധം നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണാൻ സാധിക്കുമോ? അപ്പൊ കുടുംബത്തിന്റെയും രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും ഐക്യം മുഴുവൻ ഊട്ടി വിളമ്പുന്ന ഒരു ഗ്രന്ഥമായി നിങ്ങൾ രാമായണത്തെ കാണണമെങ്കിൽ, ആ രാമായണം നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ പ്രവൃത്തിയിൽ, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കണമെങ്കിൽ, ലോകത്തെ ഏറ്റവും അധികം മനഃശാസ്ത്ര ഗ്രന്ഥങ്ങളെ മുഴുവൻ ഒരേ താലിയോലയിൽ കോർത്തിണക്കിയിരിക്കുന്ന ഏറ്റവും വലിയ മഹാമന്ത്രമാണ് രാമായണം. ഒരാൾ എങ്ങനെയാകരുത്, ഒരാൾ എങ്ങനെയാവണം. അച്ഛൻ നഷ്ടപ്പെടുമ്പോൾ, അമ്മ മറ്റൊരു രീതിയിൽ മറ്റൊരു രാജ്യത്തേക്ക് കടന്നു ചെയ്യപ്പെടുമ്പോൾ, സ്വന്തം ഭാര്യ നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോൾ, സ്വന്തം പിതാവിന്റെ വാക്കുകൾ പാലിച്ചുകൊണ്ട് 14 വർഷം ഏറ്റവും ഘോരമായ കാനനവാസത്തിലും എങ്ങനെ നമുക്ക് ആധ്യാത്മികചര്യയെ അനുഷ്ഠിക്കാമെന്നെല്ലാം നമ്മളെ വിരൽ ചൂണ്ടുന്നതാണ്. എന്തിന്? വയനാട്ടിലുണ്ടായ സംഭവത്തെ പോലും കൃത്യമായി രാമായണത്തിൽ വർണ്ണനയുണ്ട്. പ്രകൃതിയുടെ വികൃതി ഉണ്ടാകുമ്പോൾ എങ്ങനെ നമുക്ക് ഒരു വിഷാദഭാവത്തെ, നമ്മളുടെ വിഷമഭാവത്തെ എങ്ങനെ മാറ്റാമെന്ന്. അപ്പം ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഏറ്റവും അധികം ശുദ്ധിയാക്കി വെക്കുവാനും, ഏറ്റവും അധികം ഊർജ്ജദായകമായി നിർത്തുവാനും, ഏറ്റവും അധികം പ്രസാദഭാഗ്യമായി നിർത്തുവാനും, ഏറ്റവും അധികം ശക്തമായി നിർത്തുവാനും കർക്കിടക മാസത്തിൽ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും അധികം അനുഷ്ഠാനങ്ങൾ വരും. ഒന്നുകൂടി ഞാൻ ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത വിഷയത്തിലേക്ക് കിടക്കുകയാണ്. നിങ്ങൾക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും, നിങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെടട്ടെ, നിങ്ങളുടെ സഹോദരൻ നഷ്ടപ്പെട്ട, ഒരിക്കൽ പോലും നിങ്ങളുടെ മനോധൈര്യത്തെ നിങ്ങൾ കൈവിടാതിരിക്കുക. എന്തു നഷ്ടപ്പെട്ടാലും
നിങ്ങളുടെ ഉള്ളിൽ തെളിഞ്ഞു നിൽക്കുന്ന ആധ്യാത്മിക ഊർജത്തെ, മനോബലത്തെ മുറുകെ പിടിച്ചാൽ നഷ്ടപ്പെട്ടതിനെ എല്ലാം നിങ്ങൾക്ക് വളരെ 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 സമഭാവനയോടുകൂടി തിരിച്ചു പിടിക്കാൻ സാധിക്കും. മറിച്ച് ഏത് ചിന്തയിലും, ഏത് പ്രവൃത്തിയിലും, ഏത് പ്രൊഫഷനിലും, ഏത് കർമ്മ മേഖലകളിലും നിങ്ങളുടെ മനോബലമാണ് നശിക്കുന്നതെങ്കിൽ പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് ആ മേഖലയിൽ ജയിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇങ്ങനെ നിഴലിക്കുന്ന ഈ 3 ദണ്ഡങ്ങൾ, ത്രിദണ്ഡങ്ങൾ, സത്വം, ആത്മാ, ശരീരം, ആത്മാവ്, മനസ്സ്, ശരീരം, ഇതിനകത്ത് നിലനിൽക്കുന്ന വീണ്ടും ഒരു ഉൾത്തൂണുകളുണ്ട് 3 എണ്ണം. ആ 3 എണ്ണമാണ് ആഹാരം, നിദ്ര, മൈഥുനം. ഈ ഭൂമുഖത്തിൽ ജാതനായ ഓരോ വ്യക്തിയും ജീവിക്കുന്നത് ആഹാരത്തിലൂടെയാണ്. ആഹാരമുണ്ടാക്കുമ്പോൾ, ആഹാരം പാകം ചെയ്യുമ്പോൾ, ആഹാരം കഴിക്കുമ്പോൾ ആഹാരത്തിൽ എപ്പോഴും നിങ്ങൾ ഈശ്വരീയ ഭാവം കൊണ്ടുവരണം. ഇന്ന് നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ കിട്ടിയതോടുകൂടി നിങ്ങളുടെ ഇടത്തെ കയ്യിൽ മൊബൈലും വലത്തെ കയ്യിൽ ഭക്ഷണവും. നിങ്ങളൊന്ന് ആലോചിച്ചോ, നിങ്ങളുടെ മനസ്സിന് ഒരേ സമയം ഒരു ഇന്ദ്രിയത്തെ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. 5 ഇന്ദ്രിയങ്ങളുണ്ട്. നിങ്ങളുടെ കണ്ണ്, മൂക്ക്, നാക്ക്, ചെവിയെ, അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിന്ന്, നിങ്ങളുടെ തൊലി. അതിലേതിലെങ്കിലും ഒന്നിനോട് മാത്രമേ മനസ്സിന് ഒരു നിമിഷത്തിൽ ബന്ധം സ്ഥാപിച്ചു നിൽക്കാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾ നല്ലപോലെ കേൾക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. നിങ്ങൾക്ക് നല്ലപോലെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കില്ല. നിങ്ങൾ നല്ലപോലെ രുചി അറിയുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ഒരാളെ തൊട്ടാൽ നിങ്ങൾ അറിയില്ല. അതായത് ഭാരതീയ മനഃശാസ്ത്രവും ആധുനിക മനഃശാസ്ത്രവും ഒരുപോലെ പറയുന്നു, നമ്മളുടെ ഒരു മനസ്സിന് ഒരു ഇന്ദ്രിയങ്ങളോട് മാത്രമേ ഒരു സമയം സംവേദിക്കുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ മൊബൈലിൽ നല്ല ഒന്നാന്തരം പാട്ട് കേട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഒന്നാന്തരം പ്രസംഗം കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ഒന്നാന്തരം മറ്റു പരിപാടികൾ കണ്ടുകൊണ്ട് നിങ്ങൾ വലത് കൈ കൊണ്ട് ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് കഴിക്കുന്നതെന്ന് പോലും പറയാൻ സാധിക്കും. ധാരാളം പഠനങ്ങൾ നടന്നതാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ. ഭക്ഷണം അടുത്ത് വെച്ചിട്ട് മറ്റൊരാൾ കഴിച്ചതിന്റെ വേസ്റ്റ് കൊണ്ട് മുന്നേ വെച്ചിട്ട് ബില്ലടിച്ചിട്ട് പോയവർ വരെയുണ്ട്. കാരണം മൊബൈൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ താൻ ആഹാരം കഴിച്ചില്ലെന്ന് മറന്നുപോയി. അത്രയധികം സ്വാധീനം. അതുകൊണ്ട് ഒരു കാരണവശാലും മൊബൈൽ കണ്ടുകൊണ്ടും TV കണ്ടുകൊണ്ടും നിങ്ങൾ ഭക്ഷണം കഴിക്കരുത്. പ്രത്യേകിച്ച് സീരിയൽ കണ്ടുകൊണ്ട് ഒരിക്കലും ഭക്ഷണം കഴിക്കരുത്. സീരിയലിൽ എല്ലായിടത്തും പ്രശ്നം. ഒന്നെങ്കിൽ ഒരു കുടുംബനാഥൻ, 2 സ്ത്രീ കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ ഒരു സ്ത്രീ 2 പുരുഷ കഥാപാത്രങ്ങൾ. ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ മാത്രം. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആഹാരത്തോടു കൂടി അതെല്ലാം പോകും. ഇനി അടുത്തതോ, 5 വീട്ടിൽ കൂടുതൽ, 5 അംഗങ്ങളിൽ കൂടുതലുള്ള ആൾക്കാരൊന്നും കൈപൊക്കിക്കുക. വീട്ടിൽ 5 അംഗങ്ങളിൽ കൂടുതലുള്ള ആൾക്കാർ 1, 2, 3 ഇത്രയുള്ളൂ. ആ വീട്ടില് രാവിലെ കാപ്പി കുടിക്കുമ്പോ എത്ര ഗ്ലാസ് ഉണ്ടാവും? എന്ത് ഗ്ലാസ്സാണ്? 5 അതങ്ങ് പറഞ്ഞാ പോയി. 5 പേരാണ് 5 ഗ്ലാസ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ 5 പാത്രം 5 ഗ്ലാസ്. 11 മണിക്ക് പിന്നെ എന്തെങ്കിലും ഇടയ്ക്ക് സ്നാക്സോ ഉണ്ടെങ്കിൽ പിന്നെ ഒരു 5 ഗ്ലാസും 5 ചെറിയ പാത്രം. പിന്നെ ഉച്ചഭക്ഷണത്തിന് 5 പാത്രവും 5 ഗ്ലാസും. ടീച്ചറെ വൈകിട്ട് 4 മണിക്ക് പിന്നെ ഒരു ചായ. രാത്രിയിൽ പിന്നെ ഇപ്പൊ വീട്ടിൽ എത്ര പാത്രമായി, എത്ര ഗ്ലാസ്സായി? അല്ല, അത് കഴുകാനേലും ഉണ്ടല്ലോ. അവരെന്തേരം കഴിവുന്നുണ്ടെന്ന് ആണുങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഇത് കൊണ്ടുവരുന്നത്. അത് നമുക്കിട്ട് കിട്ടിയെന്ന്. 5 വീടുണ്ടെങ്കിൽ 5 നേരം കൊണ്ട് 25 ഗ്ലാസ്. സ്കൂട്ടർ നന്നാക്കുമല്ലേ, ഇതുവരെ ക്ലാസ് നന്നാക്കിയിട്ടില്ല. ഇല്ല. പിന്നെ 5 × 5 25 പാത്രം. ഇത് കഴുകുകയും ഈ 5 പേരുടെ 5 ടൈപ്പിലുള്ള തുണി കഴുകുകയാണ് ആരുടെ പണി? അമ്മമാരുടെ പണി. അതിങ്ങനെ പറഞ്ഞ് ഇങ്ങ് കൊണ്ടുവന്നേക്കുവാണോ? ചിലവരെന്നെ രൂക്ഷമായിട്ട് നോക്കുന്നു, ഇവൻ കുടുംബകലം ഉണ്ടാക്കിയിട്ട് പോകാൻ വന്നതാണോ? ഇല്ല. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഒപ്പം ഇറങ്ങുന്ന, നമ്മളോടൊപ്പം ജീവിത വിജയത്തിന് വേണ്ടി തുഴയെറിയുന്ന
നമ്മളുടെ സ്ത്രീ കഥാപാത്രങ്ങൾ രാമായണത്തിൽ ഏറ്റവും അധികം ആരാധനയും ഏറ്റവും അധികം സ്ത്രീയുടെ ഭാവവും വരാൻ പാടില്ലാത്ത രീതിയിൽ എടുത്തു കാണിക്കുന്ന കഥാപാത്രങ്ങളുണ്ട്. അതിൽ ഏറ്റവും അധികം ഉയർത്തി നിൽക്കുന്നത് സീതയാണ്. ആ സീതയെ ത്രാണനം ചെയ്യുന്ന, പരിപാലിക്കുന്ന, സന്തോഷത്തോടുകൂടി നിലനിർത്തുന്ന രാമനെയും ജ്യേഷ്ഠത്തിയെ ഈശ്വരതുല്യമായി കാണുന്ന ലക്ഷ്മണനെയും നമുക്ക് നമ്മുടെ ഭവനങ്ങളിൽ കൊണ്ടുവരുവാൻ സാധിക്കണം. അത്രയും അധികം അറിഞ്ഞുള്ള, ആത്മാരാധനയുള്ള, അംഗീകാരം നിറഞ്ഞ, ബഹുമാനമുള്ള ഒരു പവിത്ര ബന്ധം നമ്മളുടെ വ്യക്തിത്വത്തിലും നമ്മുടെ കുടുംബത്തിലും കൊണ്ടുവരുവാൻ സാധിക്കണം. തികച്ചും ഞാനൊരു മനോരോഗ വിദഗ്ധനായതുകൊണ്ട് തന്നെ പറയുകയാണ്, ഞങ്ങൾ നടത്തിയ എല്ലാ പഠനങ്ങളിലും ഭാരതത്തിലെ, നല്ല കേരളത്തിലെ സ്ത്രീകൾ ഏറ്റവും അധികം വിഷാദരോഗത്തിലേക്ക് പോകുവാൻ കാരണം അടുക്കളയിലെയും അതുപോലെ തന്നെ പുരുഷന് സമാനമായ മറ്റൊരു ഓഫീസിലും അതിനുശേഷം കുട്ടികളുടെ പ്രശ്നങ്ങളും എല്ലാം ഏറ്റവും അധികം മനസ്സുകൊണ്ടും കർമ്മം കൊണ്ടും അതുപോലെ തന്നെ വാക്കുകൾ കൊണ്ടും ഒരു സ്ത്രീ ഏറ്റെടുക്കുമ്പോൾ അവർ മെനോപോസ് എന്ന അഥവാ അവരുടെ മെനസസ് നിൽക്കുന്ന ഘട്ടത്തിലേക്ക് അവരേറ്റവും അധികം ആരോഗ്യം ക്ഷയിക്കുന്ന തലത്തിലേക്ക് മാറ്റുവാൻ ഒരു പുരുഷനും സമ്മതിക്കരുത്. സ്വന്തം മകളുടെ, സ്വന്തം ഭാര്യയുടെ, സ്വന്തം അമ്മയുടെ ആരോഗ്യത്തെയും അവരുടെ മാനസിക ബലത്തെയും തനിക്ക് സമാനമായി കാത്തു സൂക്ഷിക്കുന്ന രാമനെ വേണം നിങ്ങളിൽ കാണാൻ. എങ്കിൽ മാത്രമേ രാമായണ മാസത്തിൽ നിങ്ങൾ ഇതുപോലെ സത്സംഗങ്ങൾ നടത്തിയിട്ട് കാര്യമുള്ളൂ. അതേപോലെ തന്നെ സ്ത്രീ കഥാപാത്രങ്ങളിൽ എപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറയുകയും തനിക്ക് നൽകിയ വാക്ക് ഏറ്റവും കൃത്യമായ സമയത്ത് ഒരു രാജ്യത്തെയും ഏറ്റവും നല്ല ഭരണാധികാരിയെയും ഇല്ലാതാക്കാൻ തലത്തിലേക്ക് ഒരു സ്ത്രീ ഒരിക്കലും കൊണ്ടുവരുവാൻ പാടില്ല. അതാണ് മാനസിക കഥാപാത്രങ്ങൾ. ആഹാരം, ഉറക്കം, രതി, ഇത് മൂന്നിനെയും ഒരേ പില്ലർ പോലെ, മൂന്ന് തൂണുകൾ പോലെ നിർത്തിക്കൊണ്ട് കൃത്യമായി നിങ്ങൾ ഒരു 10 മണിക്ക് ശേഷം നിങ്ങൾ ഉറങ്ങാതിരിക്കാൻ പാടില്ല. കാരണം നിങ്ങളുടെ തലച്ചോറ് നിങ്ങളോട് പറയും ഉറങ്ങ് ഉറങ്ങ് ഉറങ്ങ്. കാരണം ഉറങ്ങാനുള്ള ഏറ്റവും അധികം ഹോർമോണുകൾ തലച്ചോറുണ്ടാക്കുന്നത് ഏത് സമയത്താണ്? ഈ സമയത്താണ്. നിങ്ങൾ തിരിച്ചങ്ങോട്ടൊരു കമാൻഡ് കൊടുക്കും, പറ്റത്തില്ല, എനിക്ക് ആ സീരിയൽ 2 മിസ്സായിട്ടുണ്ട്, അത് പുനഃസംപ്രേഷണം വരുന്നുണ്ട്, അത് കാണണം. വിദേശത്തുള്ള എൻ്റെ കുഞ്ഞ് വീഡിയോ കോളിന് വിളിക്കുന്നത് ആ സമയത്താണ്, എനിക്കത് കാണണം. അതൊന്നും തലച്ചോറിനറിയില്ല. ഒരു 10 മാസം അടുപ്പിച്ചങ്ങ് പറയും നീ ഉറങ്ങ് ഉറങ്ങ് ഉറങ്ങുന്നു. പിന്നെ പുള്ളിയുടെ പണിക്ക് പോകും. പിന്നെ നിങ്ങൾ എൻ്റെ അടുക്ക വരും, ഉറക്കമില്ല എന്ന്. എന്താണ് നിങ്ങൾക്ക് ആദ്യം വേണ്ടത്? നമ്മളുടെ ശരീരത്തിനും നമ്മളുടെ മനസ്സിനും നമ്മളുടെ ബുദ്ധിയും നമ്മളുടെ മനസ്സും നൽകുന്ന സൂചനകൾ അല്ലേ? അത് ഏറ്റവും നല്ല ഉദാഹരണം എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് യാത്ര ചെയ്യാൻ പോകുക. കേരളത്തിലൊരു KSRTC ബസ്സിൽ പോണേക്കരയിൽ നിന്നും നേരെ ട്രിവാൻഡ്രത്തേക്ക് പോകും. നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് നിങ്ങൾ എന്നെ കാണിച്ചു ഒരു 5 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടാണ് ബസ്സിൽ കയറിയത്. ആലപ്പുഴ കഴിഞ്ഞപ്പോഴത്തേനും തലച്ചോറ് പറഞ്ഞു നടക്കുകയല്ല. ഓരോരുത്തർ ചിരിക്കാൻ തുടങ്ങി. ഞാനൊന്നും പറഞ്ഞില്ല. തലച്ചോറ് പറയുക എന്താ? മൂത്രം ഒഴിച്ചേ പറ്റൂ. നിങ്ങൾ തിരിച്ചങ്ങോട്ട് ചോദിക്കും KSRTC ബസ്സേലോ? ഇത് കയറുന്ന ഒരു സ്റ്റാൻഡിൽ പോലും എനിക്ക് മനസ്സ് തുറന്നൊന്ന് മൂത്രമൊഴിക്കാനുള്ള അവസ്ഥ ഉണ്ടാവത്തില്ല. അപ്പൊ എന്ത് ചെയ്യും? നിങ്ങളുടെ തലച്ചോറും നിങ്ങളുടെ മൂത്രാശയവും തമ്മിൽ നടക്കുന്ന ഒരു വാദപ്രതിവാദം ഉണ്ടല്ലോ, ഒഴിച്ചേ പറ്റത്തില്ല. ഈ വഴക്കാണ് ഏറ്റവും വലിയ പ്രശ്നത്തിന് കാരണം. ഇത് നിങ്ങൾ മൂത്രത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾ മലമൂത്ര വിസർജനത്തിൽ കൊണ്ടുവരുന്ന പോലെ തന്നെ നിങ്ങളൊരു നല്ല കാര്യം ചെയ്യാൻ പറയുമ്പോൾ ചെയ്യാതിരിക്കുന്നതും, ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ വീണ്ടും 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 അതിനെ ചെയ്യണമെന്നും വാശി പിടിക്കുന്നത് നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ മോശമായ മനസ്സും നിങ്ങളുടെ ശരീരവും തമ്മിലുള്ള ഏറ്റവും വലിയ തർക്കമാണ്. ആധുനിക മനഃശാസ്ത്രവും ഭാരതീയ മനഃശാസ്ത്രവും പറയുന്നു, ഒരു മനുഷ്യ ശരീരത്തിൽ, മനുഷ്യ മനസ്സിൽ ഏറ്റവും അധികം രോഗങ്ങളെ സമ്മാനിക്കുന്നത് നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ മോശമായ മനസ്സും ശരീരവും തമ്മിലുള്ള വഴക്കാണ്. ഇത് നിങ്ങൾ തന്നെ സൃഷ്ടിക്കുന്നതാണ്. ഇത് നിങ്ങൾ തന്നെ സൃഷ്ടിക്കുന്നതാണ് അല്ലേ? വിശക്കുമ്പോൾ ആഹാരം കഴിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? 1 മണിക്ക് ക്ലോക്കിൽ ബെല്ലടിച്ചാൽ, 1 മണിയടിച്ചാൽ അല്ലേ, വിഭവസമർത്ഥമായ സദ്യ. രാവിലെ കുഞ്ഞിന്റെ പിറന്നാളായിക്കൊണ്ട് 1 തരം ബിരിയാണി അടിച്ച് ആ കഴി 1ന്റെ ബെല്ലടിക്കുമ്പോഴും വയറിൽ നിന്ന് വരുന്ന
ആ ഏമ്പൊക്കത്തിൽ ആ ബിരിയാണിയുടെ സ്മെല്ലുണ്ട്, അതവിടെ നിൽക്കട, ഞാൻ അടുത്ത ഭക്ഷണം ഇടാൻ. അതായത് നമ്മളുടെ ആമാശയത്തിൽ നിന്ന് ഉദ്ഗാരമായി വരുന്ന ആ ആഹാരം ദഹിച്ചുവെന്ന് സൂചനയുള്ളപ്പോൾ മാത്രമേ നമ്മുടെ പൂർവികർ മുമ്പ് ആഹാരം കഴിക്കുകയുള്ളായിരുന്നു. പിന്നെ നമുക്കൊരു പ്രശ്നമുണ്ട് ഈ ആഹാരത്തിന്റെ കാര്യത്തിൽ. എന്നാണെന്നറിയാമോ? നമ്മുടെ പൂർവികർ ഏറ്റവും അധികം നല്ല ആഹാരം കഴിച്ചിരുന്നവരാണ്. പക്ഷേ അവർ വലിയ പാത്രത്തിൽ നല്ലപോലെ അല്ലേ, നല്ല എന്നാ ഒരു എന്തോ ഒരു പൂവിന്റെ പേര് പറയുമല്ലോ, അതുപോലത്തെ ചോറെന്നൊക്കെ പറയുന്നത്. ഓ, തുമ്പപ്പൂ പോലത്തെ ചോറെന്ന് ഇപ്പൊ കിട്ടും. തുമ്പപ്പൂ പോലെ. തുമ്പപ്പൂ കിട്ടുന്നില്ല, പിന്നെ അപ്പൊ ചോറ് കിട്ടുന്നു. ഇത് കഴിച്ചിട്ട് അവർ 6 മണിക്ക് പാടത്തിറങ്ങിയാൽ, പാറമടയിലിറങ്ങിയാൽ, പണിസ്ഥലത്തിറങ്ങിയാൽ പിന്നെ 1 മണിക്കേ കയറത്തും. നിങ്ങളോ? ഒരു പണിയില്ലേ. അപ്പൊ നമ്മൾ അവരുടെ ആഹാരശൈലി എല്ലാം മാറ്റണം. അവര് കഴിച്ചിരുന്ന ചോറിന്റെ അംശം കുറച്ചിട്ട് പച്ചക്കറികൾ കൂടുതൽ കൂട്ടി, എന്തിന് മില്ലറ്റ്സ്, റാഗി പോലുള്ള ഐറ്റങ്ങൾ പെട്ടെന്ന് ദഹിച്ച് ശരീരത്തിലേക്ക് അധികം ഊർജം കൊടുക്കാത്ത ആഹാരത്തെ കഴിക്കണം. ഒരു കാരണവശാലും പാറമടയിൽ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെ പണിയെടുക്കുന്നവനും എന്നെ പോലെ കസേരയിലിരുന്ന് കറങ്ങി മരുന്നെഴുന്നവരും ഒരേ രീതിയിൽ ആഹാരം കഴിച്ചാൽ ഞാൻ പെട്ടെന്ന് മരിക്കും, അദ്ദേഹം ദീർഘകാലം ജീവിക്കും. കാരണം നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് എന്തേരെ ഊർജമാണോ വിഘടിച്ചു പോകുന്നത്, അത്ര മാത്രമേ നിങ്ങൾ ആഹാരം കൊണ്ട് നിങ്ങളുടെ വയറിനെ നിറയ്ക്കാൻ പാടുള്ളൂ. നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട്, നിങ്ങളുടെ ചിന്ത കൊണ്ട്, നിങ്ങളുടെ നടത്തം കൊണ്ട്, നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ എത്രയധികം ഊർജമാണോ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വിഘടിച്ചു പോകുന്നത്, അത്ര മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ കഴിച്ചു കഴിഞ്ഞാൽ ചിലവർക്ക് ഇവിടെ ഇങ്ങനെ വരും, ചിലവർക്ക് ഇവിടെ വരും, ചിലവർക്ക് ഇവിടെ വരും, ചിലവർക്ക് ബ്രെയിനിനകത്ത് വരും. അത് വരുന്ന മുഴയനുസരിച്ച് ആകെപ്പാടെ പ്രശ്നമാകും. വേറെ ആരും കൊടുത്തതല്ല, നിങ്ങൾ തന്നെ കൊടുത്തതാ. അപ്പൊ എന്ത് വേണം? ആഹാരം ഒരിക്കലും നിങ്ങളെ നിയന്ത്രിക്കാൻ പാടില്ല. അല്പം കൂടി ആഴത്തിൽ നിന്ന് ഞാൻ പറയാം. നിങ്ങളുടെ നാവിനെ ഒരാളെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി മാത്രം നിങ്ങളുടെ ശരീരത്തിലെ ബാക്കി മുഴുവൻ അവയവങ്ങളെയും നിങ്ങൾ ദുഃഖത്തിലാഴ്ത്തുകയാണ്. രുചി അറിഞ്ഞ് അല്ലേ? ഗുരു പറഞ്ഞത് ആ ശവക്കറി വേണ്ടേ വേണ്ടെന്ന അല്ലേ? പലരും എടുത്ത് വെളി വെച്ചിട്ട് വന്നിട്ടുണ്ട് ശവക്കറി. ഇനി വൈകിട്ട് പോയി ചൂടാക്കിയിട്ട് വേണം കഴിക്കാൻ. കാര്യം കർക്കിടക മാസമൊക്കെയാ. ശിവൻ പോയാൽ അതും ശവമാ അല്ലേ? ഗുരു അതിൽ ആഴത്തിലങ്ങ് പിടിക്കുക. പക്ഷെ നിങ്ങളുടെ ശരീരത്തിന്, നിങ്ങളുടെ മനസ്സിന് മാംസാഹാരങ്ങൾ കഴിച്ചാൽ ഊർജം വരണ്ടേ അത്രയും ജോലിയുള്ള ശരീരമാണെങ്കിൽ, മനസ്സാണെങ്കിൽ ഒരിക്കലും ഒരു പ്രശ്നവുമില്ല, ആഹാരം കഴിക്കാം, ഒരു പ്രശ്നവുമില്ല. അതെല്ലാം വളരെ കൃത്യമായി പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏറ്റവും അധികം ആരാധിക്കുന്ന രാമൻ മോശമായ കഥാപാത്രമാണ് എന്നുള്ള കാരണം രാമൻ അമ്പ ചെയ്ത് മാനിനെ വീഴ്ത്തി ആ മാൻ ഭക്ഷിച്ചതായി പറയുന്നുണ്ട്. അപ്പോൾ നമുക്കാവശ്യമാണെങ്കിൽ നമ്മുടെ ജീവൻ നിലനിർത്തുവാൻ, നമ്മുടെ ജീവിതത്തിന് ഐശ്വര്യത്തെ കൊണ്ടുവരുവാൻ നാമമാത്രമായി നമുക്ക് ആവശ്യമുള്ള രീതിയിൽ എപ്പോഴും ആഹാരത്തെ സ്വീകരിക്കുന്നതിൽ കൂടെ. അപ്പൊ ആഹാരമായി, ഉറക്കമായി, ദൈനംദിന ജീവിതത്തിൽ എപ്പോഴും ഈ ആഹാരവും ഉറക്കവും പോലെ തന്നെയാണ് ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള കുടുംബ ബന്ധം. അതും യാതൊരു കാരണവശാലും മാറ്റിവെക്കുവാൻ പാടില്ല. നിങ്ങളുടെ കറപ്പറയിൽ നല്ല കഥയും, അതായത് നല്ല സ്റ്റോറിയും, നല്ല ഉറക്കവും, നല്ല സെക്സും, ഇത് കർക്കിടക മാസവും ഗുരുവിന്റെ സന്നിധിയുമായുണ്ട്. പക്ഷെ ഗുരു അതിനെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. നാരിമാർക്കിന്നുതൻ പ്രാണനാഥ പൂജ ലഭിക്കയിൽ ദേവലോകത്തിലും മേലാം ശ്രേയസന്ധു ലഭിച്ചിടാൻ. നാരിമാർക്കിന്നുതൻ പ്രാണനാഥ പൂജ ലഭിക്കയിൽ ദേവലോകത്തിലും മേലാം ശ്രേയസന്ധു ലഭിച്ചിടാൻ. ദേവപൂജയ്ക്ക് സമാനമായി ദേഹപൂജയെ ഈ ഭാരതത്തിൽ അവതരിപ്പിച്ച ഏറ്റവും വലിയ ശ്രേഷ്ഠനാണ് ശ്രീനാരായണ ഗുരുദേവൻ. അങ്ങനെ എൻ്റെ അവസാന ഭാഗത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇനിയും നമ്മൾ രാമായണത്തിലെ കഥാപാത്രങ്ങളിലൂടെ നമ്മൾ ഏറ്റവും തിരിച്ചറിയേണ്ട ഒരു 8 കാര്യങ്ങളുണ്ട്. അത് വളരെ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. ഇതിനിടയ്ക്ക് നിങ്ങൾ ഉദ്ദേശിച്ചു വന്ന എന്തെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം കേട്ടോ. ഈ ക്ലാസ് എടുക്കുന്നവർക്ക് ഒരു പ്രശ്നമുണ്ട്, അവരുദ്ദേശിക്കുന്ന മാത്രമേ പറയത്തുള്ളൂ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കിട്ടണമെങ്കിൽ നിങ്ങൾ ചോദ്യം ചോദിക്കണം. അപ്പൊ ഞാൻ പിന്നോട്ട് പോവാ. നമ്മൾ കണ്ട മനസ്സിനെ നമ്മൾ 8 ഭാഗങ്ങളായിട്ട് അങ്ങ് തിരിക്കാൻ. മനസ്സിന്റെ ചിന്ത, ബുദ്ധി, അറിവ്, ഓർമ്മ, ഭക്തി, ശീലം, പ്രവൃത്തി, ആചാരം. ഏതൊക്കെയാണ് 8? 1
നമ്മുടെ ചിന്ത. മനുഷ്യൻ ചിന്തയുടെ സന്താനമാണെന്ന് പറഞ്ഞത് ആര്? ലോകമറിയപ്പെടുന്ന ഏറ്റവും വലിയ മനഃശാസ്ത്രജ്ഞൻ. ലോക മനഃശാസ്ത്രജ്ഞന്മാരും ലോക മനോരോഗ വിദഗ്ധന്മാരും ഒരു വിദേശ യൂണിവേഴ്സിറ്റിയിൽ അവരുടെ സമ്മേളനം തുടങ്ങിയപ്പോൾ ആ മഹാമനഃശാസ്ത്രജ്ഞന്റെ മുന്നിൽ ആ ഫോട്ടോ വെച്ച് 5 തിരിയിട്ട വിളക്ക് കത്തിച്ചുകൊണ്ടാണ് ലോക മനോരോഗ വിദഗ്ധന്മാരുടെയും ലോക മനഃശാസ്ത്രജ്ഞന്മാരുടെയും സമ്മേളനം ആരംഭിച്ചത്. അങ്ങനെയാണെങ്കിൽ ആ മനോരോഗ വിദഗ്ധൻ, ആ മനഃശാസ്ത്രജ്ഞൻ ആര്? അല്ല, പറഞ്ഞോ. ഇപ്പൊ ആ കീർത്തനം പാടിയ ഇപ്പൊ എല്ലാവരും അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് തുടങ്ങും. ചിന്താ സന്താനമേ നിന്തിരുവടിയടിയൻ സങ്കടം പോക്കിടേണം. ആ സുബ്രഹ്മണ്യ കീർത്തനത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ പറയുവാണ്, ചിന്താസന്ധാനമേ, നീ ചിന്തയുടെ സന്താനമാണ്. നീ ദേവനാകുന്നതും നീ അസുരനാകുന്നതും നീ മനുഷ്യനാകുന്നതും നീ മൃഗമാകുന്നതും നിന്റെ ചിന്തയിൽ നിന്ന് മാത്രമാണ്. അതുകൊണ്ട് അരുതാത്തതിനെ ഒരിക്കലും, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾക്ക് അരുതാത്തത്, നിങ്ങളുടെ സാമൂഹ്യ വ്യവസ്ഥ അംഗീകരിക്കാത്തത്, നിങ്ങളുടെ രാഷ്ട്രം അനുവദിക്കാത്തതായ ഒരു നിയമങ്ങളും ഒരു വ്യവസ്ഥകളെയും നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കുവാൻ പാടില്ല. കാരണം ആ ചിന്തയാണ് നിങ്ങളെ വളർത്തുന്നത്. ചിന്ത, പ്രവൃത്തി, ശീലം, സ്വഭാവം, വ്യക്തിത്വം. ചിന്ത, പ്രവൃത്തി, ശീലം, സ്വഭാവം, വ്യക്തിത്വം. മനസ്സിലായല്ലോ? ആദ്യം നിങ്ങളുടെ മനസ്സിന്റെ അഗാധ തലങ്ങളിൽ നിങ്ങൾ നെയ്തു കൂട്ടുന്ന ചിന്താപദ്ധതികളാണ് നിങ്ങളുടെ പ്രവൃത്തിയുടെ ആധാരം. ആ പ്രവൃത്തി നേരെ എന്തായി മാറും? ഒരു 3 മാസം കൊണ്ട് 6 മാസം കൊണ്ട് നിങ്ങളുടെ ശീലമായി മാറും. ആ ശീലം നിങ്ങൾ ഒരു 3 വർഷം നിർത്താതെ മുന്നോട്ട് വിട്ടാൽ അത് നിങ്ങളുടെ സ്വഭാവമായി മാറും. നിങ്ങളുടെ ജീവിത പങ്കാളിയോട്, നിങ്ങളുടെ സമുദായാംഗങ്ങളോട്, നിങ്ങളുടെ അധികാരികളോട്, നിങ്ങളോടൊപ്പം ജോലി ചെയ്യുന്നവരോട് നിങ്ങൾ തുറന്നു കാണിക്കുന്ന നിങ്ങളുടെ സ്വയമായ ഭാവം സ്വഭാവമായി മാറും. അവസാനം അത് വ്യക്തിത്വമായി മാറും. പിന്നൊരിക്കലും അത് മാറത്തില്ല. അപ്പൊ സൂക്ഷിക്കുക നിങ്ങളുടെ ചിന്തനയെ. അത് നിങ്ങൾക്ക് മാത്രമേ പറയത്തുള്ളൂ. നിങ്ങൾ എന്തിനെ കുറിച്ചാണ് തെറ്റായി ചിന്തിക്കുന്നത്, നിങ്ങൾ എന്തിനെ കുറിച്ചാണ് നന്നായി ചിന്തിക്കുന്നത്. അതുകൊണ്ട് നന്നായ ശരിയായ ചിന്തയെ മാത്രം, ഞാൻ പറഞ്ഞ 5 സെന്റ് സ്ഥലത്ത് നല്ല നല്ല നെല്ലുകൾ മാത്രം വിതയ്ക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന നെല്ല് ആഗ്രഹിക്കുന്ന സമയത്ത് വിതയ്ക്കുക. അത് ശരിയായി വളർന്നുകൊള്ളുകയുള്ളൂ. യാതൊരു പ്രശ്നമില്ല. അപ്പം അരുതാത്തതിനെ ചിന്തിക്കാതിരിക്കുക, അരുതാത്തതിനെ സങ്കല്പിക്കാതിരിക്കുക. നിങ്ങളുടെ ബുദ്ധിയെ സസൂക്ഷ്മം നിരീക്ഷിക്കുക. നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലും നിങ്ങളുടെ സമീപവാസിയും ഒക്കെ തെറ്റായ രീതിയിലേക്ക് നിങ്ങളെ അടുപ്പിക്കുവാൻ ശ്രമിക്കും, ചെയ്യുവാൻ ശ്രമിക്കും. വളരെ നിശ്ചയബുദ്ധിയോടുകൂടി പറയണം, ഇല്ല, ഞാനിത് ചെയ്യില്ല. അതായത് നിങ്ങളോടും നിങ്ങളുടെ സുഹൃത്തുക്കളോടും നിങ്ങളുടെ നിയമവ്യവസ്ഥയോടടക്കം നിങ്ങൾക്ക് ശക്തമായി നോ പറയാനുള്ള ധൈര്യം വേണം. അല്ലെ, നിങ്ങൾ ഈ നാട്ടിലേക്ക് വന്നപ്പം 3 മണിക്ക് എഴുന്നേറ്റ് കുളിച്ചിട്ട് ആൾക്കാർക്കെല്ലാം ആ കുടുംബാംഗങ്ങൾക്ക് മുഴുവൻ ആഹാരം ഉണ്ടാക്കിയിട്ട് നീ ഓഫീസിൽ പോകണമെന്ന് പറഞ്ഞപ്പോ ആദ്യം ഇതിൽ തന്നെ നടക്കില്ല, എന്നിൽ നിന്നത് പ്രതീക്ഷിക്കണ്ട എന്ന് നോ പറയാൻ നിങ്ങൾക്ക് സാധിച്ചില്ല. അല്ലേ? നിങ്ങളെ കൊണ്ട് ഒരിക്കലും സാധിക്കാത്ത ഒരു കാര്യം മറ്റൊരു വ്യക്തി നിങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ ശക്തമായി ഞാനിത് കൂട്ടിയാൽ കൂടില്ല, എനിക്കിത് സാധിക്കാത്തതാണെന്ന് നിങ്ങൾക്ക് നോ പറയാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഒരു വ്യക്തിയുടെ മനസ്സിൽ, ഒരു വ്യക്തിയുടെ ബുദ്ധിയിൽ നോ പറയേണ്ട സമയത്ത് നോ പറയാത്തത് കൊണ്ട് എത്രയധികം യുദ്ധങ്ങളും എത്രയധികം കലാപങ്ങളും പൊട്ടിപ്പുറപ്പെട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ചരിത്രം പരിശോധിച്ചാൽ അറിയാം. അതുകൊണ്ട് ജീവിത പങ്കാളിയോടും മകനോടും മകളോടും, എന്തിന് ഭർത്താവിന്റെ അമ്മയോടും ഭാര്യയുടെ അമ്മയോടും നോ ശക്തമായി പറയാൻ പഠിക്കണം. അതേ ഭാഷയിൽ യെസ്സും പറയാൻ പഠിക്കണം. ഇതിൽ മാത്രമേ നമുക്ക് ശക്തമായ കഥാപാത്രമായി, അല്ലേ? രാമൻ സീതയെ കണ്ടെത്തുവാൻ ആ തലവനോട് പറഞ്ഞിട്ട് ആഴ്ചകൾ കൊണ്ട് അദ്ദേഹം മറന്നു കഴിഞ്ഞപ്പോൾ വധശിക്ഷ നടപ്പാക്കുമെന്നുള്ള ഭാവം വന്നപ്പോൾ വാനരപ്പടയെ മുഴുവൻ സീതയെ കണ്ടെത്തുവാൻ വേണ്ടി നിയോഗിച്ചു. അതായത് കൃത്യമായി താക്കീത് നൽകുവാനും കൃത്യമായി നോ പറയുവാനും കൃത്യമായി അതിർവരമ്പുകൾ ഉണ്ടാക്കുവാനും
നമ്മളുടെ ബുദ്ധിക്ക് കഴിയണം. അതാണ് ഒരു ശ്രേഷ്ഠ വ്യക്തി എന്ന് നിങ്ങൾ നിന്നിരിക്കുന്നത്. അപ്പൊ മനസ്സായി ബുദ്ധിയായി നിങ്ങൾ ഏറ്റവും അധികം, നിങ്ങൾക്ക് ഒരു നേരം ആഹാരം കഴിച്ചില്ലെങ്കിലും, ഒരു ദിവസം ആഹാരം കഴിച്ചില്ലെങ്കിലും, ഒരു ഡോക്ടർ എന്ന രീതിയിൽ നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല. പക്ഷേ നിങ്ങൾ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ചേർന്ന് നിൽക്കുന്നവരെ കുറിച്ചുമുള്ള ഒരു നല്ല അറിവ് ഒരു ദിവസം സമ്പാദിക്കുന്നില്ല എങ്കിൽ നിങ്ങളും മൃഗസമാനരാണ്. ഗുരു അക്ഷരാർത്ഥത്തിൽ പറയുകയാണ്, 2 കാലിൽ നടക്കുന്ന മൃഗങ്ങളെ മനുഷ്യനാക്കി തീർക്കുന്നത് അറിവാണ്. 2 കാലിൽ നടക്കുന്ന മൃഗത്തെ മനുഷ്യനായി ഉണർത്തുന്നത്, ഉയർത്തുന്നത് അറിവാണ്. അതുകൊണ്ട് നല്ല അറിവിനെ, ഇന്ന് അറിവ് എന്ന് പറയുമ്പോൾ അല്പവും കൂടി ആഴത്തിൽ പഠിക്കണം. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈലിലും നിങ്ങൾ വായിക്കുന്ന ഗ്രന്ഥങ്ങളിലുമെല്ലാം നിങ്ങളെ തെറ്റായ രീതിയിലേക്ക്, തെറ്റായ ഭാഗത്തേക്ക്, തെറ്റായ പന്ഥാവിലേക്ക് നയിക്കുവാൻ സാധ്യതയുള്ളതുണ്ട്. അതുകൊണ്ട് അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നേരായ അറിവിലൂടെ മാത്രം പോവുക. നിങ്ങളെയും നിങ്ങൾ അറിയേണ്ട വ്യവസ്ഥയെയും നിങ്ങൾ നിഴലിക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് നിങ്ങൾ എത്രയധികം പഠിക്കുന്നുവോ അത്രയധികം പഠിക്കുന്ന വ്യക്തിയായി നിങ്ങൾക്ക് നിഴലിക്കാൻ സാധിക്കും. നിങ്ങളുടെ ഓർമ്മയിൽ ഒരിക്കൽ പോലും നിങ്ങളെ നോവിക്കുന്ന നൊമ്പരങ്ങളെ കൊണ്ടു നടത്താതിരിക്കും. നിങ്ങളുടെ ഓർമ്മയിൽ കഴിഞ്ഞ കാലത്തിലെ നിങ്ങളുടെ വൈഭവങ്ങളെ മാത്രം നിറയ്ക്കുക. അല്ലെ, നല്ലതല്ലൊരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്, നല്ലതല്ലാത്തതുടനെ മറന്നിടുന്നതുത്തമം. നമ്മൾ തന്നെയും നമ്മളോടും മറ്റുള്ളവർ ചെയ്ത നന്മയെ മാത്രം, അതാണ് ആ ഉഴുതിട്ട പാഠത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ട വിത്തുകളെ, വിതയ്ക്കേണ്ട വിത്തുകളെ ഗുരു വളരെ വളരെ അക്ഷരാർത്ഥത്തിൽ എടുത്തു കാണിക്കുകയാണ്. നിങ്ങളുടെ ഓർമ്മയിൽ എപ്പോഴും നിങ്ങളുടെ ഉയർച്ചയെ മാത്രമേ കൊണ്ടുവരുവാൻ പാടുള്ളൂ. നിങ്ങളോട് മറ്റെന്തവർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, കാലവർഷം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, കാലഘട്ടം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അതിനെ ഓർക്കേണ്ട കാര്യമില്ല. കാരണം നടന്നുപോയ കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾ ഓർത്ത് സമയം വ്യർത്ഥമാക്കുന്നതല്ലാതെ അതുകൊണ്ടൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ശരീരവും തളരുന്നു. അതുകൊണ്ട് ആത്മപരിശോധന നടത്തുക, നിങ്ങളുടെ ഓർമ്മയെ, നിങ്ങളുടെ ഓർമ്മയുടെ ശ്രീഗോപുരങ്ങളെ. അടുത്തത് ഭക്തിയാണ്. അറിവില്ലാത്ത ഭക്തി എപ്പോഴും പ്രശ്നത്തെ ഉണ്ടാക്കും. ഒരു ഹിന്ദി സിനിമയിൽ വലിയൊരു ഘോഷയാത്ര നടക്കുകയാണ്. ആ ഘോഷയാത്രയിൽ ഇടയ്ക്ക് ഒരു കൊച്ച് അമ്മയുടെ കയ്യിലിരുന്ന് അല്പം മലത്തെ വിസർജിക്കും. ഈ ആളെന്ത് ചെയ്യുന്ന, അമ്മ എന്ത് ചെയ്യുമെന്നറിയാമോ? ആ തൊട്ടടുത്ത സ്ഥലത്ത് തന്നെ ചെറിയൊരു കുഴി കുത്തിയിട്ട് കയ്യിലുണ്ടായിരുന്ന പൂവ് അത് മൂടിയിട്ട് അതിന്റെ മേളിൽ വെക്കും. ഒരു 10 പേര് കഴിഞ്ഞ് വന്നപ്പം പിന്നെന്തായി? ബാക്കി എല്ലാവരും കയ്യിലിരുന്ന പൂവ് അവിടെ വെച്ച്. അപ്പം അറിഞ്ഞുകൊണ്ട് മാത്രമേ ഭക്തിയിലേക്ക് വരാൻ പാടുള്ളൂ. ഞാൻ ആരാധിക്കുന്ന, തന്റെ ഭക്തിയെ പൂർത്തിയായി നൽകുന്ന, സമഭാവനയോടുകൂടി നൽകുന്ന ഈശ്വര അവതാര പുരുഷൻ നിറഞ്ഞ ചൈതന്യമാണോ? അത് നമുക്ക് അറിഞ്ഞാൽ മാത്രമേ, പഠിച്ചാൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. നിങ്ങളുടെ ഓർമ്മകളിലോ നിങ്ങളുടെ ചിന്തയിലോ വരുന്നതിനെ മാത്രം കൊണ്ട് നിങ്ങൾ ഒരിക്കലും ഒരു മനുഷ്യനോടും, നിങ്ങളുടെ ജീവിത പങ്കാളി, ഇവിടെ ഭക്തി എന്ന് ഉദ്ദേശിക്കുന്നത് ഈശ്വരനും ഭക്തനും തമ്മിലുള്ള ബന്ധം മാത്രമല്ല, ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ, മകനും മകളും തമ്മിൽ, അച്ഛനും മകനും തമ്മിൽ, അല്ലെ? ഇന്ന് എന്നെ ശ്രമിക്കുന്ന എന്റെ സഹോദരന്മാരോട് എനിക്ക് ഒറ്റൊരു ചോദ്യവും. നിങ്ങൾക്ക് 8ാം ക്ലാസ്സിന് മുകളിൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന ഒരു മോനുണ്ടെങ്കിൽ അവന്റെ മുടിയൊക്കെ ഒന്ന് കോതിക്കൊടുത്ത് നീ മിടുക്കനായി വരും, നിന്നെപ്പോലൊരു മകനെ കിട്ടിയതിലാണ് എനിക്ക് ഭാഗ്യമെന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് സ്കൂളിലേക്ക് കോളേജിലേക്ക് അയച്ച് ഏതെങ്കിലും ഒരു അച്ഛന് കൈ പൊക്കാം? ഒരാള് അന്ന് ചുമ്മാ നോക്കി, മകന്റെ ഇല്ലെന്ന് എനിക്കറിയാം. ഇല്ല. അപ്പൊ പിന്നെ ആരെ അംഗീകരിക്കാനും ആരെ സ്നേഹിക്കാനും വെച്ചേക്കുക ഇതല്ല. ഇതാണ് നമ്മൾ നെട്ടോട്ടം ഓടുമ്പോൾ. ഞാനൊന്ന് ഉറപ്പിച്ചു പറയാം, നിങ്ങൾ മണിമാളികകൾ പണിതുയർത്തുമ്പോഴും സമ്പത്തിന്റെ വലിയ വലിയ ഘനഗോപുരങ്ങൾ സൃഷ്ടിക്കുമ്പോഴും നിങ്ങൾ നഷ്ടപ്പെടുത്തുന്ന സമയമുണ്ട്. നിങ്ങളുടെ മകനോടൊപ്പം, നിങ്ങളുടെ മകളോടൊപ്പം, നിങ്ങളുടെ അച്ഛനോടൊപ്പം, നിങ്ങളുടെ അമ്മയോടൊപ്പം, നിങ്ങളുടെ ജീവിത പങ്കാളിയോടൊപ്പം. അങ്ങനെ നിങ്ങൾ ശീലിക്കണം. അതിനുശേഷം മാത്രമേ ഇതൊക്കെ വരാൻ പാടുള്ളൂ. കാരണം
നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങൾ സ്നേഹിക്കുന്ന, നിങ്ങളെ ബഹുമാനിക്കുന്ന, നിങ്ങൾ ബഹുമാനിക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്ന, നിങ്ങൾ അംഗീകരിക്കുന്ന, നിങ്ങളോടൊപ്പം ഉറങ്ങുന്ന, നിങ്ങളോടൊപ്പം ശ്വസിക്കുന്ന ആ നിങ്ങളുടെ വീടിന്റെ ചുവരുകളുടെ ഉള്ളിൽ സ്വപ്നം കണ്ടു തീർക്കുന്ന നിങ്ങളുടെ ഭാര്യയെയും നിങ്ങളുടെ ജീവിത പങ്കാളിയെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും സ്നേഹിച്ചും ബഹുമാനിച്ചും ഓമനച്ചും ഉമ്മ വെച്ചും കൊണ്ടും വേണം ഒരു സ്ത്രീയും പുരുഷനും ഏറ്റവും അധികം. നിങ്ങൾ രാമായണത്തിൽ യാത്ര അയക്കുമ്പോഴും യാത്ര കഴിഞ്ഞ് തിരിഞ്ഞു വരുമ്പോഴും എത്രയെത്ര മേഖലകളിലാണ് ഈ വർണ്ണ മനോഭാവം എടുത്തു കാണിക്കുന്നത് നിങ്ങൾ നോക്കുക. അപ്പം ശീലമായി ശ്രേഷ്ഠമായ ആചാരങ്ങളെ ശാസ്ത്രീയമായി പരിഷ്കരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഇത് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കേണ്ടത് തന്നെയാണ്. അപ്പൊ 8 കാര്യങ്ങളുമായി മനസ്സ്, ബുദ്ധി, അറിവ്, ഓർമ്മ, ഭക്തി, ശീലം, ചേഷ്ട, ആചാരം, ഈ 8 കാര്യങ്ങളെയും ഇത്രയും കൃത്യമായി പറയുന്ന ശ്രേഷ്ഠമായ മറ്റൊരു ഗ്രന്ഥമില്ല. അതുകൊണ്ടാണ് രാമായണത്തിൽ ഇത്രയും അധികം ഒരു മാസം മാറ്റിവെച്ചുകൊണ്ട് തന്നെ ഭാരതീയ ആചാര്യന്മാർ പറഞ്ഞത്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ശരീരശുദ്ധിയും മനഃശുദ്ധിയും വന്നു കഴിയുമ്പോൾ അതിനോടൊപ്പം നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കുന്നു. എങ്ങനെ ദേവനെ ആരാധിക്കണം, എങ്ങനെ അച്ഛനെയും അമ്മയെയും അനുസരിക്കണം, ബഹുമാനിക്കണം, എങ്ങനെ ഭാര്യയോടൊപ്പം നിൽക്കണം, എങ്ങനെ സഹോദരനെയും സഹോദരിയെയും ചേർത്ത് പിടിക്കണം. ഒരിടത്തും സ്വത്തിനു വേണ്ടിയോ അഹങ്കാരത്തിന് വേണ്ടിയോ അംഗീകാരത്തിന് വേണ്ടിയോ രാമായണത്തിൽ ഒരിടത്തും സത്കഥാപാത്രങ്ങൾ ഒന്നിനെയും ചേർത്ത് പിടിക്കുന്നില്ല. കളയേണ്ടതിനെ കളയുന്നു, ചേർത്ത് പിടിക്കേണ്ടതിനെ ചേർത്ത് പിടിക്കുന്നു. ആ ഒരു സാത്വിക മനോഭാവം നമ്മൾ ഉണ്ടാകണം. രാമനെന്ന ആ വൈഭവത്തെ, ലക്ഷ്മണൻ എന്ന കഥാപാത്രത്തെ, അതുപോലെ ശ്രീ കഥാപാത്രങ്ങളിൽ വരുന്ന സീതയുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും അധികം രാമായണത്തിലൂടെ ജീവിക്കാൻ സാധിക്കും. മറിച്ച് നിങ്ങൾ രാമായണം വായിക്കുകയും രാമൻ എന്ന കഥാപാത്രത്തെ നിങ്ങളുടെ ജീവിത ചരിത്രത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതചര്യയിൽ ഒരിക്കൽ പോലും ഒരു കഥാപാത്രമായി ജീവിക്കുവാൻ സാധിക്കുന്നുമില്ല എങ്കിൽ നിങ്ങളും രാമായണവും രണ്ടും രണ്ടായി നിൽക്കും. ഈ ഒരു ചെളിക്കുണ്ടിൽ വളരുന്ന ഏറ്റവും വലിയ ഏറ്റവും നല്ല ആരാധനാ പുഷ്പമാണ് ആ താമര. ആ താമരയുടെ ഇതളുകൾ വെള്ളത്തിൽ വളരുന്നതാണ്. പക്ഷേ വെള്ളത്തിൽ നിന്നും താമരയുടെ ഇലയെടുത്താൽ ഒരു തുള്ളി വെള്ളം പോലും നിങ്ങൾക്ക് ആ താമരയിൽ നിന്നെടുക്കാൻ സാധിക്കില്ല. ബന്ധങ്ങളിൽ എത്രയധികം അഭേദ്യമായ ബന്ധം നിലനിർത്തുവാൻ സാധിക്കുന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് താമര. ആ താമരയുടെ ഇലയിൽ നമ്മൾ ജീവിക്കുന്ന സാഹചര്യമോ നമ്മൾ വളരുന്ന ആ സമുദായമോ ഒന്നുമല്ല വലുത്. നമ്മുടെ ചിന്തയാണ്, നമ്മുടെ ആർജവമാണ്, നമ്മുടെ ആഗ്രഹമാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ദേവി ഏറ്റവും ഐശ്വര്യമായി നിലകൊള്ളുന്ന താമര. അപ്പം മനുഷ്യ ഹൃദയത്തിൽ സ്നേഹവും ബഹുമാനവും അംഗീകാരവും പരസ്പരമുള്ള കരുതലുമൊക്കെ വറ്റി വരേണ്ട ഈ ആധുനിക കാലഘട്ടത്തിൽ നിങ്ങൾ ഏറ്റവും അധികം പഠിക്കേണ്ടതും ഏറ്റവും അധികം പ്രാവർത്തികമാക്കേണ്ടതും എന്താണ്? രാമായണത്തിലെ കഥാപാത്രങ്ങളെയാണ്. കെട്ടിപ്പൊക്കുന്ന അനാവശ്യമായ അഹങ്കാരവും സമ്പത്തും വ്യക്തിവൈഭവങ്ങളും കാമക്രോധാദി വികാരങ്ങളുമെല്ലാം ആപത്തുകളെ മാത്രമേ സമ്മാനിക്കുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവസാനമായി വയനാട്ടിലെ പ്രശ്നവും കൂടെ കൊണ്ട് നമുക്കങ്ങ് നിർത്താം. രാമായണത്തിൽ വർണ്ണമനോഹരമായ പ്രൗഢോജ്വലമായ സിദ്ധികൾ, വലിയ നഗരങ്ങൾ പണിയുമ്പോൾ അവിടെ ഒരു വൃക്ഷം വെട്ടിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഒരു നദിയുടെ ഒഴുക്ക് തടസ്സപ്പെടുത്തിയതായി രാമായണത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല. ഒരു താമരക്കുളം നികത്തിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഒരു പ്രകൃതിയെ എങ്ങനെ സംരക്ഷിക്കണം, ഒരു രാജ്യത്തെ എങ്ങനെ നിലനിർത്തണം, ഒരു നല്ല മനുഷ്യനായി, നല്ല കഥാപാത്രമായി, നല്ല പുരുഷനായി, നല്ല സ്ത്രീയായി ലോകം അംഗീകരിക്കുന്ന രീതിയിൽ, അതായത് പോണേക്കരയിൽ നിന്ന് ഞാൻ മുമ്പ് പറഞ്ഞ ഒരേ ഒരു കാലമൃത്യുവുള്ളൂ, ബാക്കി മുഴുവൻ അകാല മൃത്യുവാണ്. എന്തു സംഭവിച്ചുവാലും പോണേക്കരയിൽ ഇങ്ങനെയൊരു നല്ല കഥാപാത്രം രാമായണ വ്യവസ്ഥകളെ അറിഞ്ഞുകൊണ്ട്, ഭാരതീയ മനഃശാസ്ത്രത്തെ അറിഞ്ഞുകൊണ്ട്, ഭാരതത്തിലെ ഋഷീശ്വരന്മാരെ മുഴുവൻ അനുസന്ധാനം ചെയ്തുകൊണ്ട് തന്റെ ഉയർച്ചയിൽ മറ്റുള്ളവരെ കൂടി ഉയർത്താൻ ശ്രമിച്ച ഒരു വ്യക്തി, ഒരു സ്ത്രീ, ഒരു പുരുഷനുണ്ടായിരുന്നുവെന്ന് ഇവിടുത്തെ ചരിത്രത്തിന്റെ നാളിയോളകളിൽ എഴുതി വെക്കുവാൻ നിങ്ങളുടെ പ്രവർത്തികൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രാമായണവും വ്യക്തിവൈഭവവും ആരോഗ്യവും എന്ന വിഷയത്തിലെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ പറഞ്ഞു. തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം.
അവസാനിപ്പിച്ചോട്ടെ? എല്ലാരും ഒന്ന് എഴുന്നേറ്റേ. കണ്ണുകൾ അടച്ചു. എന്നിട്ട് കൈകൂപ്പി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിക്കുക. ആരും ഒരു കാരണവശാലും കണ്ണ് തുറക്കരുത്. നിങ്ങളുടെ കാല് തൊട്ട് ശരീരഭാഗത്തെ മൊത്തം നിങ്ങൾ മനസ്സുകൊണ്ട് അറിഞ്ഞ് മുകളിലേക്ക് തലവരെ ഒന്ന് കൊണ്ടുവരിക. നിങ്ങൾ മാത്രമാണ് നിങ്ങളെ അറിയുന്നത്. നിങ്ങളുടെ കാല്, നിങ്ങളുടെ മുട്ടുകൾ, നിങ്ങളുടെ വയറ്, നിങ്ങളുടെ ചെസ്റ്റ്, നിങ്ങളുടെ കഴുത്ത്, നിങ്ങളുടെ തല മുഴുവൻ, ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും, ഹൃദയമടക്കമുള്ള എല്ലാ അവയവങ്ങളെയും നിങ്ങൾ മനസ്സിൽ നല്ലപോലെ സങ്കല്പിക്കുക. ഇത്രയും നിങ്ങളെ സഹായിച്ച ഒരു ശരീരം, ഒരു മനസ്സ്, ഒരു ആത്മാവിനുടമയായ നിങ്ങൾ സംതൃപ്തിയോടുകൂടി സന്തോഷത്തോടുകൂടി നല്ല പോലെ മുഖത്ത് നല്ലൊരു ചിരി വരട്ടെ. കണ്ണു തുറക്കണ്ട. നല്ല പോലെ നിങ്ങൾ വളരെ വളരെ സന്തോഷവതിയാണ്, സന്തോഷവാനാണ്. കാരണം നിങ്ങളെപ്പോലെ ഇത്രയും സൗഭാഗ്യങ്ങൾ ഏത് മോശ സാഹചര്യത്തിലും നിങ്ങളുടെ ജീവിതവും ജീവനും ഒരേപോലെ പിടിച്ചു നിർത്തിയ ഒരു വ്യക്തിത്വത്തിനുടമയാണ്. നല്ലപോലെ നല്ലപോലെ മുഖത്ത് ചിരി വരട്ടെ. ഓ നല്ലപോലെ ഒച്ചത്തിൽ ആ സന്തോഷത്തോടു കൂടി ഓങ്കാരം അങ്ങ് വരട്ടെ. ശ്രദ്ധ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് വരട്ടെ. മൂക്കിലൂടെ ഉള്ളിലേക്ക് ശ്വാസം പോകുന്നതിനെ നല്ലപോലെ അറിഞ്ഞുകൊണ്ട് മൂക്കിലൂടെ ശക്തമായ ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. സാവധാനം അതിനെ വെളിയിലേക്ക് വിടുക. ഒരിക്കൽ കൂടെ ഇന്നേ വരെയുള്ള നമ്മുടെ സമസ്ത സാഹചര്യങ്ങളിലും വിജയിച്ച ആ മനസ്സുകൊണ്ട് ശരീരത്തെ നമ്മൾ വിശുദ്ധമാക്കി, അറിവുകൊണ്ട് നമ്മുടെ മനസ്സിനെ പ്രോജ്വലിപ്പിച്ചു. ആ ആത്മാവിൽ നല്ല സന്തോഷത്തോടുകൂടി ഒരിക്കൽ കൂടി നല്ല പോലെ മുഖത്ത് നല്ലൊരു ചിരി കൊണ്ടുവരും. കണ്ണുകൾ തുറക്കാം. ക്ലാസിന്റെ ഇഷ്ടപ്പെടിയിലനുസരിച്ച് കൈയടിച്ചിട്ട് നിങ്ങൾക്ക് ഇരിക്കാം. ശ്രേഷ്ഠനായൊരു മനഃശാസ്ത്രജ്ഞൻ നമ്മൾ അറിയാതെ നമ്മളുടെ മനസ്സിനെ പഠിച്ചു. നമ്മളുടെ മനസ്സിനെ സ്ഫടികാത്മകമാകാൻ ചെയ്യാവുന്ന വളരെയധികം കാര്യങ്ങൾ ചെയ്തു. ഇതിനപ്പുറം എന്താണ് പറയാനുള്ളത്? നമ്മളുടെ മനസ്സിൽ കള കയറാതെ സൂക്ഷിക്കാനും, നമ്മളുടെ മനസ്സിൽ നല്ല നല്ല വിത്തുകൾ പാകി, നല്ല നല്ല ചിന്തയിലൂടെ വിത്തുകൾ പാകി നമ്മളുടെ മനസ്സിനെ ശ്രേഷ്ഠമാകാനും
അദ്ദേഹം തന്ന ചെറിയ ചെറിയ ടിപ്പുകൾ നമുക്ക് പ്രാവർത്തികമാക്കാം. അങ്ങനെ നമ്മളുടെ ജീവിതത്തെ നമുക്ക് കൂടുതൽ സന്തുഷ്ടമാക്കാം. ഇതിലധികം എന്താണ് നമുക്ക് കിട്ടാനുള്ളത്? അങ്ങനെ ഓരോ ദിവസവും ഈ പ്രഭാഷണങ്ങളിലൂടെ നമുക്ക് കിട്ടുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ തീർച്ചയായും മാറ്റങ്ങൾ ഉണ്ടാക്കും. നമ്മൾ കൂടുതൽ സന്തുഷ്ടരായി മാറും എന്നുള്ളതിൽ തർക്കമില്ല. എനിക്കിന്ന് വീണ്ടും നിങ്ങളോട് പറയാനുള്ളത്, നമ്മളറിയാതെ നമ്മളുടെ മനസ്സിനെ സ്ഫടികാത്മകമാക്കുന്ന ഇങ്ങനെയുള്ള ഈ സത്സംഗങ്ങളിൽ ധാരാളം ആൾക്കാർ വന്നു ചേരുകയും, ഇന്ന് ഞാൻ വീണ്ടും പറയുന്നു, ഇന്ന് ഇന്നലത്തേക്കാൾ കൂടുതൽ കുട്ടികളുണ്ട്, നാളെ ഇതിനേക്കാൾ കുട്ടികൾ തീർച്ചയായും ഉണ്ടാവണം. അതാണ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം. ഇത് യഥാർത്ഥത്തിൽ അറിയേണ്ടത് നമ്മളുടെ കുട്ടികളാണ്. ഇദ്ദേഹം പറയുമ്പോഴൊക്കെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചു, ആധുനിക മനഃശാസ്ത്രം പറയുന്നതും ഭാരതീയ ശാസ്ത്രം പറയുന്നതും ഒന്ന് തന്നെയാണെന്ന്. ആധുനിക മനഃശാസ്ത്രം ഇന്ന് ചെയ്യുന്ന പരീക്ഷണങ്ങളിലൂടെ കിട്ടുന്ന വിവരങ്ങളാണ്. അതേ വിവരങ്ങളാണ് നമ്മളുടെ ശ്രേഷ്ഠമായ ഗ്രന്ഥങ്ങളിൽ 5000-ലേറെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ ഋഷീശ്വരന്മാർ എഴുതി വച്ചിരിക്കുന്നത്. ഈ ശ്രേഷ്ഠമായ കാര്യങ്ങൾ നമ്മളുടെ കുട്ടികളെ പഠിപ്പിക്കാനും നമ്മൾ അറിയാനും ഇതിനേക്കാൾ വലിയൊരു വേദി വേറെങ്ങും ഉണ്ടാവില്ല. അപ്പോൾ ഈ വേദികൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഈ സത്സംഗങ്ങൾ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മളുടെ ആൾക്കാർ തീർച്ചയായും വരണം. വന്ന് ഇതിനെ സന്തുഷ്ടമാക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. എല്ലാ ദിവസത്തെയും പോലെ ഇന്നും മരുന്ന് കഞ്ഞി റെഡിയാണ്, അതിനും നിങ്ങളെ ക്ഷണിക്കുന്നു. ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, 11-ാം തീയതി, അതായത് നമ്മളുടെ ഈ പരിപാടിയുടെ അവസാന ദിവസം, നമ്മളുടെ പോണേക്കരയിലെ കൊച്ചു കുഞ്ഞുങ്ങൾ ഒരു 10-12 പേർ ചേർന്നിട്ട് ഒരു ഭജന ചെയ്യുന്നുണ്ട്. അവർ എല്ലാ ദിവസവും ഇപ്പോൾ ഭജന പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അന്ന് 6:30 മണിക്ക് അവരുടെ ഒരു ഭജനയുണ്ടാവും. ആ ഭജന നമ്മളുടെ കുട്ടികൾ തന്നെ ചെയ്യുന്നതാണ്. അവർ തന്നെ വളരെ നല്ല രീതിയിൽ ചെയ്ത്. നാളെയാണോ? അയ്യോ, സോറി, ക്ഷമിക്കണം. നാളെ 6:30-ക്കാണ്. കാരണം ആദ്യം ഞാൻ 11-ാം തീയതി എന്നാണ് ധരിച്ചിരുന്നത്. ക്ഷമിക്കുക. നാളെ 6:30-ക്ക് നമ്മളുടെ കുട്ടികളുടെ ഭജനയുണ്ട്. ആ ഭജനയെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മൾ എല്ലാവരും ഉണ്ടാവണം. അപ്പൊ ഇന്നൊക്കെ നമ്മൾ എത്തുന്നത് ഒരു 7:30 മണിയൊക്കെ ആകുമ്പോഴാണ്. നാളെ നമ്മൾ 6:30 മണിക്ക് എത്തണം. നമ്മളുടെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മളെല്ലാവരും ഉണ്ടാവണം. നന്ദി, നമസ്കാരം. പറഞ്ഞു. അല്ല, ഇത്ര വിശാലമായി, ഇത്ര മനോഹരമായി നമ്മുടെ മനസ്സിനെ സ്ഫടികാത്മകമാക്കാൻ വേണ്ടി ചെയ്ത ഒരു മനഃശാസ്ത്രജ്ഞന്റെ പരിപാടി, ആ മനഃശാസ്ത്രത്തിനോട് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. ഇനി നാളത്തെ ക്ലാസിന്റെ കാര്യമാണ്. നാളത്തെ ക്ലാസ് നമ്മളുടെ മാതാ അമൃതാനന്ദമയി മഠത്തിലെ അചലാമൃത ചൈതന്യ സ്വാമികളാണ് നയിക്കുന്നത്. അതും വളരെ നല്ലൊരു പരിപാടിയായിരിക്കും. കൂടുതൽ ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവന്ന് ഈ പരിപാടി വിജയിപ്പിക്കണം എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. നന്ദി.